ശ്രീനാരായണം പരമഗുരവേ ശ്രീനാരായണം പരമഗുരവേ നമഃ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരത്ചന്ദ്രമരീചികേ. അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായി വിരാജിച്ചിരുന്ന ശ്രീനാരായണ പരമഹംസദേവന്റെ പാതാരവിന്ദങ്ങളിൽ പ്രണാമം. ആ ഗുരുവിലേക്കുള്ള എന്റെ വഴിയും വഴികാട്ടിയുമായ ആചാര്യപാദങ്ങളെ പ്രണമിച്ചുകൊണ്ട് തിരുവൻമണ്ടൂർ ശ്രീ ഗുരുദേവ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തോടനുബന്ധിച്ചുള്ള ശ്രീനാരായണ കൺവെൻഷനില് ഇവിടെ ഗുരുവിന്റെ ക്ഷേത്ര സങ്കല്പം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമുക്ക് മനനം ചെയ്യേണ്ടതായിട്ടുള്ളത്. ഗുരുവിന്റെ ക്ഷേത്ര സങ്കല്പത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2-3 ക്ഷേത്രങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് 1888 നമ്മൾക്കെല്ലാം അറിയാം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം എന്ന് പറയാം അല്ലേ. നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. അപ്പൊ 1888 തന്നെ തൃപ്പാദങ്ങൾ വേറൊരു ദേവീ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. വക്കം എന്ന് പറയുന്ന സ്ഥലത്ത്, തിരുവനന്തപുരം ജില്ലയിലുള്ള വക്കം എന്ന പ്രദേശത്ത്. കേട്ടിട്ടുണ്ടോ? വക്കം പുരുഷോത്തമൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. വക്കം പുരുഷോത്തമനുമായിട്ട് ബന്ധമുള്ള ഒരു സ്ഥലം കൂടിയാണ്. കാരണം കൊച്ചുപപ്പു തിറകൻ എന്ന് പറഞ്ഞ വക്കത്തുള്ള നല്ല പുരോഗമനവാദിയായിട്ടുള്ള ഒരു സുഹൃതി ഉണ്ടായിരുന്നു. അദ്ദേഹം തനിക്കുണ്ടായിരുന്ന ഒരേക്കർ സ്ഥലം, തനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരേക്കർ സ്ഥലവും അതോടൊപ്പം 40 ദേശക്കാരും കൂടി ചേർന്നിട്ട് എന്ത് തീരുമാനിച്ചു? അവിടെ ഒരു ക്ഷേത്രം വേണമെന്ന് തീരുമാനിച്ചു. അപ്പൊ നേരത്തെ ഒരു ഭദ്രകാളി ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രമൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ തൃപ്പാദങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അന്നപൂർണയെ വേണോ ആനന്ദവല്ലിയെ വേണോ എന്ന് ചോദിക്കും. നമ്മളാണ് എന്ത് പറഞ്ഞേനെ? അന്നപൂർണയെ വേണോ ആനന്ദവല്ലിയെ വേണോ? രണ്ടുപേരും കൊള്ളാം അല്ലേ. അപ്പൊ തൃപ്പാദങ്ങളോട് നാട്ടുകാർ പറഞ്ഞു, അന്നപൂർണയാണെങ്കിലും കുഴപ്പമില്ല, ആനന്ദവല്ലീശ്വരി ആണെങ്കിലും ഭഗവാന്റെ ഇച്ഛ എന്താണോ അതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഇതിലൊക്കെ നമുക്ക് രസം തോന്നുന്ന കാര്യം, വക്കത്ത് ഗുരു പ്രതിഷ്ഠ നടത്തിയത് ദേവീ പ്രതിഷ്ഠ അല്ലായിരുന്നു, സുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠയായിരുന്നു. അപ്പൊ എന്താ ഗുരു ഉദ്ദേശിച്ചെന്ന് ചോദിച്ചാല്, ആനന്ദവല്ലിയാണോ അന്നപൂർണയാണോ എന്ന് ചോദിച്ചിട്ട് ഗുരു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ ക്ഷേത്രം എന്നുള്ള രീതിയിലല്ല ഈ സ്ഥലം അറിയപ്പെടാൻ പോകുന്നത്. ഇവിടെ ഒരു വിദ്യാലയം ഉണ്ടാവും. ആ വിദ്യാലയത്തിന്റെ പേരിലായിരിക്കും ഇവിടം കൂടുതൽ അറിയപ്പെടാൻ പോകുന്നത് എന്ന് പറയുകയുണ്ടായി. അപ്പൊ അവിടെ വിദ്യാലയം ഉണ്ടാകുകയും അതാണ് പിന്നീട് പ്രബോധിനി സ്കൂൾ എന്നുള്ള പേരില് അറിയപ്പെട്ടത്. അപ്പം ഗുരു എന്തുകൊണ്ടാണ് ആനന്ദവല്ലിയെ വേണോന്ന് ചോദിച്ചതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല്, വിദ്യാവിലാസിനിയായി വിളങ്ങുന്ന ദേവിയാണോ ഇവിടെ വേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ് ആനന്ദവല്ലിയെ വേണോന്ന് ചോദിച്ചത്. അപ്പം കൊച്ചുപപ്പു തരകൻ എന്ന് പറയുന്ന ആ സുഹൃതിയെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം അന്ന് നാട്ടിലുണ്ടായിരുന്ന ജാതി മതഭേദ ചിന്തകൾക്ക് അതീതമായിട്ട് അവിടെ ഒരു സ്കൂള് വേണമെന്ന് വിചാരിച്ചു. കാരണം അവിടെ അടുത്തുള്ളൊരു സ്കൂളില് എല്ലാ ആൾക്കാർക്കും ഒന്നും പ്രവേശനം കിട്ടിയിരുന്നില്ല. ഇനി അഥവാ കിട്ടിയാൽ തന്നെയും കസേരയിലിരുന്നൊന്ന് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു, താഴെ ഇരുന്ന് പഠിക്കണം. അതുപോലെ കുറെ കാര്യങ്ങളൊക്കെ നിഷ്കർഷിച്ചിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹം വിചാരിച്ചത്,
എൻ്റെ സഹോദരിമാരൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ സ്കൂളിൽ പഠിച്ചിരുന്നത്. അപ്പൊ സ്വന്തമായിട്ടൊരു സ്കൂള് തുടങ്ങണം. അപ്പൊ ഇതൊക്കെ നാരായണ ഗുരുദേവന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ അങ്ങനെ സ്കൂള് തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, 1 ഏക്കർ സ്ഥലം അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലമായിരുന്നു. അവിടെ സ്കൂളൊക്കെ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് 8 മക്കളുണ്ടായി. ആ 8 മക്കളില് ഭാനു പണിക്കർ എന്ന് പറയുന്ന പുത്രന്റെ പുത്രനാണ് ഞാൻ പറഞ്ഞ വക്കം പുരുഷോത്തമൻ എന്ന് പറയുന്ന നിയമസഭാ സ്പീക്കറായിരുന്ന അദ്ദേഹം ഈ ഭാനു പണിക്കരുടെ പുത്രനായിരുന്നു. അപ്പൊ ഈ വക്കം ക്ഷേത്രത്തിനടുത്തായിട്ട് പലപ്പോഴും ക്ഷേത്രത്തോടനുബന്ധിച്ച് ഗുരു അവിടെ യാത്രകളൊക്കെ നടത്തുന്ന സമയത്ത് അവിടെ ക്ഷേത്രത്തിനടുത്ത് തന്നെ ഒരു അടിച്ചുകൂട്ടുണ്ട്. അവിടെ പോയിരുന്ന ഗുരു വിശ്രമിക്കുമായിരുന്നു. അപ്പൊ വിശ്രമിക്കുന്ന സമയത്ത് ഗുരുവിന് പാദകാണിക്കയായിട്ട് പല പല കാര്യങ്ങളും പല ഭക്തന്മാരും കൊണ്ട് സമർപ്പിക്കാറുണ്ട്. ഒരു ഭക്തൻ കുറച്ച് മുന്തിരിപ്പഴമായിരുന്നു ഭഗവാന് പാദകാണിക്കയായിട്ട് സമർപ്പിച്ചത്. അപ്പൊ അറിയാലോ, നാരായണ ഗുരുദേവൻ എന്ത് കിട്ടിയാലും അതെന്ത് ചെയ്യും? എല്ലാവർക്കും വീതിച്ചു കൊടുക്കും അല്ലെ. തനിക്ക് കിട്ടിയ ഭിക്ഷാനത്തെ പോലും മറ്റുള്ളവർക്കായിട്ട് വീതിച്ചു കൊടുത്ത ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്ന് ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിൽ നമ്മൾ പറയാറുണ്ട്. ഭിക്ഷാന വിഭക്ത്രേ നമഃ എന്ന് പറയല്ലേ. നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ പറയുന്നതെന്നും അറിയില്ല. പക്ഷെ ഭിക്ഷാന വിഭക്ത്രേ എന്ന് പറഞ്ഞാൽ തനിക്ക് കിട്ടിയ ഭിക്ഷാനത്തെ പോലും മറ്റുള്ളവർക്കായിട്ട് വീതിച്ചു കൊടുത്ത നാരായണ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. എന്താ അതിന്റെ കാര്യം? ചൈതന്യസ്വാമികള് ഗുരുവിന്റെ തിരുസ്വരൂപത്തെ 108 മന്ത്രത്തിലേക്ക് നമുക്ക് പകർന്നു തന്നപ്പോൾ ചൈതന്യസ്വാമികള് ഗുരുവിന്റെ നിഴലായി നടക്കുന്ന സമയത്ത് നേരിട്ട് കണ്ടും കേട്ടും അനുഭവിച്ചറിഞ്ഞ ഗുരുവിന്റെ തിരുസ്വരൂപത്തെയാണ് 108 മന്ത്രത്തിലൂടെ നമുക്ക് തന്നത്. അപ്പൊ മേയർ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന തിരുവനന്തപുരം പട്ടണത്തിന്റെ മേയർ പദവി അലങ്കരിച്ച കുഞ്ഞിരാമൻ പറയുന്നുണ്ട്, ശിവഗിരിയുടെ താഴെ പ്രദേശങ്ങളില് പിറന്ന ഒരു അധകൃത വിഭാഗത്തിൽപ്പെട്ട ഞാനും എൻ്റെ 4 കൂട്ടുകാരെയും കാണാൻ ഒരു ദിവസം 2 അതിഥികൾ വരുവാണ്. കുമാരനാശാനും ഗോവിന്ദൻ ജഡ്ജിയാണ്. അപ്പൊ കുമാരനാശാനും ഗോവിന്ദൻ ജഡ്ജിയും കാണാൻ വന്ന് എന്തിനാന്ന് ചോദിച്ചാൽ ഇവരെ കൂട്ടിക്കൊണ്ടു പോകാനാ. എങ്ങോട്ടേക്ക്? ശിവഗിരി മഠത്തിലേക്ക്. അപ്പൊ ശിവഗിരി മഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഇവർക്ക് ആദ്യാക്ഷരം കുറിപ്പിച്ചു കൊടുക്കാനാ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞിരാമൻ പറയുന്നുണ്ട്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു മധുരമുള്ള പലഹാരം കഴിക്കുന്നത് നാരായണ ഗുരുവിന്റെ തൃക്കൈയിൽ നിന്നാണ്. കാരണം ഗുരുവിന് അന്ന് രാവിലെ പ്രാതലായിട്ട് കൊടുത്തിരുന്ന പുട്ടും പഴവും പഞ്ചസാര ചേർത്ത് കൊടുത്തപ്പോൾ ഗുരു പറയുന്നുണ്ട്, ഇന്നത്തെ നമ്മുടെ പ്രാതല് ഈ കുട്ടികൾക്കായിട്ട് കൊടുത്തേക്കൂ. ഇപ്പൊ കുഞ്ഞിരാമൻ പറയും, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ മധുരമുള്ളൊരു പലഹാരം കഴിക്കുന്നത് നാരായണ ഗുരുവിന്റെ കയ്യിൽ നിന്നാണ് എന്ന് പറഞ്ഞതുപോലെ വക്കത്ത് ഭഗവാൻ വിശ്രമിക്കുന്ന സമയത്ത് ഒരുപാട് ഭക്തന്മാർ വരുമ്പോൾ ഒരു ഭക്തൻ ഒരു ഇലയിൽ കുറച്ച് മുന്തിരിപ്പഴം കൊടുക്കുമ്പോൾ ഗുരു ഓരോരുത്തരെയും വിളിച്ച് 2 മുന്തിരിപ്പഴം വീതം എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവസാനം തീരാറായപ്പോൾ ഗുരു ചോദിക്കുന്നു, ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? അപ്പൊ അവിടുന്ന് പെട്ടെന്ന് ഒരാൾ പറഞ്ഞു, ഉണ്ട് സ്വാമി, ശാരദയ്ക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശാരദ എന്ന് പറയുന്ന കുട്ടി ഭഗവാൻ വിശ്രമിക്കുന്ന കസേരയുടെ തൊട്ട് പുറകില് 5 വയസ്സുകാരിയാണ്. അപ്പൊ ശാരദ ഇങ്ങനെ ഗുരുവിന്റെ കസേര പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അമ്മയെ പറയുന്ന, ഭഗവാനെ, ശാരദയ്ക്ക് മാത്രം എന്ത് കിട്ടിയില്ല? മുന്തിരിപ്പഴം കിട്ടിയിട്ടില്ല. അപ്പൊ ഗുരു ശാരദയെ അടുത്തേക്ക് വിളിച്ചു. അപ്പൊ ശാരദയ്ക്ക് ഒരു കൈക്കും കാലിനും അത്ര വലിയ സ്വാധീനം എന്ന് വെച്ചാൽ പെട്ടെന്ന് നടന്നു ചെല്ലാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ശാരദ പുറകിലായി പോയത്. ഇപ്പൊ ഗുരു ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും തരുമ്പോൾ പെട്ടെന്ന് ചെന്ന് വാങ്ങിക്കാൻ പഠിക്കണ്ടേ എന്ന് ശാരദയോട് ചോദിക്കുന്നുണ്ട്. ശാരദ അടുത്തേക്ക് വിളിക്കും. എന്നിട്ട് പറയും, ശാരദ, ഇനി ആർക്കൊക്കെയാ പഴം കിട്ടാനുള്ളത്? ഇപ്പൊ ശാരദ നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു വാക്കിലൂടെ പറയും, 2 പേർക്കേ ഉള്ളൂ സ്വാമി. ആർക്കൊക്കെയാണ്? സ്വാമിക്കും എനിക്കുമാന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ ഈ പൊതി തുറന്നു നോക്കിയിട്ട് പറഞ്ഞു, നമ്മൾ എത്ര പഴം വീതം എല്ലാവർക്കും കൊടുത്തോണ്ടിരുന്നത്? ശാരദ പറഞ്ഞു, 2 പഴം വീതം അല്ലേ. പക്ഷെ ഈ പൊതിയിൽ എത്ര പഴം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇനി 3 മുന്തിരിപ്പഴം കൂടിയേ ഉള്ളൂ.
അപ്പം ഗുരു ചോദിക്കുകയാണ്, ഇതിൽ നാം എത്ര എണ്ണം എടുക്കണം? ഇപ്പം ശാരദ മറുപടി പറഞ്ഞു, സ്വാമി 2 എണ്ണം എടുത്തോളൂ, പിന്നെ മിച്ചം എത്ര എണ്ണം ഉണ്ട്? 1 എണ്ണം. അപ്പോൾ 1 എണ്ണം മതിയോ ശാരദയ്ക്ക്? സ്വാമി ചോദിക്കുകയാണ് കേട്ടോ, ഇതുപോലെ കുട്ടികളോടൊക്കെ വാത്സല്യം കാണിച്ച ഒരു മഹാഗുരുവിനെ നമുക്ക് വേറെ ഒരിടത്തും കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ ശാരദ പറഞ്ഞു, മതി സ്വാമി, എനിക്ക് 1 മുന്തിരിപ്പഴം മതി, സ്വാമി 2 എണ്ണം എടുത്തോളൂ. അപ്പൊ ശരി, സമ്മതിച്ചു. അങ്ങനെ പൊതി ശാരദയുടെ കൈ കൊടുത്തു. പക്ഷെ പൊതി തുറന്നു നോക്കിയ ശാരദ ഞെട്ടിപ്പോയി. പൊതിയിൽ എത്ര പഴമുണ്ട്? 2 എണ്ണം ശാരദയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഒരു നോർത്ത് നോക്കിയ ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ ആ ഒരു സഹജമായ നിഷ്കളങ്ക ഭാവത്തോടു കൂടി അവൾ തുള്ളി ചാടിയെന്ന് അവിടെ കിടന്നുണ്ട്. അയ്യോ, ഇതിൽ 2 മുന്തിരിപ്പഴം ഉണ്ട് എന്ന് പറഞ്ഞേ. ഇതെന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാല്, ഈ കുട്ടി പിന്നീട് ഗണിതശാസ്ത്രത്തില് ഒരു വലിയ പേര് കേട്ട ടീച്ചറായിട്ട് മാറി. അപ്പൊ അമ്മ പറയാറുണ്ട്, അന്ന് സ്വാമി തന്ന ഗുരുപ്രസാദമാണ് ഗണിതശാസ്ത്രത്തില് സങ്കലന വ്യവകലന ക്രിയയില് എങ്ങനെ മുന്നേറാമെന്നുള്ളതിൻ്റെ ആദ്യത്തെ ഒരു ഗുരുപൂജയായിരുന്നു എനിക്ക് കിട്ടിയ ഈ മുന്തിരിപ്പഴം എന്ന് ആ അമ്മ എന്നും കൃതജ്ഞതയോടുകൂടി ഗുരുവിനെ സ്മരിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഗുരുവിന്റെ ക്ഷേത്രസങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ ക്ഷേത്രസങ്കല്പവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്ക് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെന്താ ക്ഷേത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നേ? കുളിക്കുക അല്ലേ, കുറി തൊടുക, അതുപോലെ തന്നെ കുറേ കലാപരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ ക്ഷേത്രം ശരിക്കും ക്ഷേത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ക്ഷതാത് ത്രായതേ ഇത് ക്ഷേത്ര എന്ന് വെച്ചാൽ ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യണം, നമ്മളെ രക്ഷിക്കണം. എന്ത് തരത്തിലുള്ള ക്ഷതങ്ങളിൽ നിന്നും? ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഒക്കെ മാറ്റാൻ ഒരു ക്ഷേത്രം കൊണ്ട് ഉപകരിക്കണം. അപ്പൊ ക്ഷേത്രത്തിൽ വന്നാൽ നല്ലതാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ശുദ്ധമായി ഇരിക്കും. കണ്ണും മൂക്കും നാക്കും തൊക്കും ഒക്കെ ശുദ്ധമായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടം ക്ഷേത്രം എന്ന് പറയുന്നല്ലേ. അപ്പൊ ഇവിടെ നല്ല പ്രാർത്ഥനകളൊക്കെ നടക്കുന്നു. ഇപ്പൊ നവാഹയജ്ഞം, ഈ 9 ദിവസവും നിങ്ങളുടെ ഉള്ളിൽ ആരുടെ രൂപമാണ്? ഏത് രൂപമാണ്? ദേവിയുടെ അല്ലേ. ദേവിയുടെ രൂപം ഉണ്ടോ? ഉണ്ടല്ലോ അല്ലേ. അത് നിങ്ങൾ കണ്ടല്ലോ. ഇനി 10ാമത്തെ ദിവസം നിങ്ങൾ എന്നാ ചെയ്യും? 10ാമത്തെ ദിവസം ആരെ കാണും? എവിടെ കാണും? അതാണ് നവാഹത്തിന്റെ ഉദ്ദേശം. സപ്താഹം കേൾക്കുവാൻ പോയപ്പോൾ ഞാൻ സത്യസ്വരൂപന്റെ വിഗ്രഹം കണ്ടു. 7 ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നുള്ളിൽ സച്ചിദാനന്ദ സ്വരൂപം കണ്ടു. സച്ചിദാനന്ദ സ്വരൂപം കണ്ടു. സപ്താഹം കേൾക്കാൻ 7 ദിവസം പോയപ്പോ എവിടെ കണ്ടു? വിഗ്രഹത്തിൽ കണ്ടു. പക്ഷെ 8ാമത്തെ ദിവസം എവിടെ കാണണം? എവിടെ കാണണം? അതാണ് പാടല്ലേ. കാരണം ഉള്ളിൽ എനിക്ക് കാണണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെ കുറെ പേര് കയറി ഇങ്ങനെ നിരന്നിരിക്കുന്ന കാരണം ആരെ കാണാൻ പറ്റുന്നില്ല. തൃപ്പാദങ്ങൾ പറയും, ഇല്ലാതമായിടും ഉല്ലാസമൊന്നും അറിവല്ലാതെയില്ല നിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമതും എല്ലാം ഒരാതി അറിവാം. തല്ലാഘവം പറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി. സല്ലാഭമൊന്നു മതി എല്ലാവരും തിരയും ഉള്ളാഖബോധ ജനനീ. ഇല്ലാത്തതിനെയൊക്കെ ഉണ്ടാക്കി കാണിക്കുന്ന മായ നമ്മുടെ കൂടെ കൂടുന്നത് കൊണ്ട് നമുക്ക് ആരെ കാണാൻ പറ്റുന്നില്ല? യഥാർത്ഥ സ്വരൂപത്തിലുള്ള ഈശ്വരനെ ദർശിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ വിഗ്രഹത്തിൽ കണ്ടതൊക്കെ ശരിയാണ്, നല്ല കാര്യമാണ്. പക്ഷെ ഇത് കഴിയുമ്പോൾ എവിടെ കണ്ടോണം? അവനവന്റെ ഉള്ളില്
ദേവിയെ കാണാനായിട്ട് സാധിക്കണം. അപ്പൊ ഉള്ളിൽ എങ്ങനെ ദേവിയെ കാണാൻ അല്ലെ ദേവനെ കാണാന്ന് വ്യക്തമായിട്ട് പഠിപ്പിച്ചു തന്ന ഒരു മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ അല്ലെ. എങ്ങനെ നമുക്ക് ഭഗവാനെ ഉള്ളിൽ കാണാം. നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാർക്ക് ഒരു വിഗ്രഹത്തിലൂടെ കണ്ട് പക്ഷെ പിന്നീട് വിഗ്രഹം ഇല്ലെങ്കിലും എവിടെ കാണാൻ സാധിക്കണം? അവന്റെ ഉള്ളിൽ കാണാനായിട്ട് സാധിക്കണം. അപ്പൊ ഗുരുവിന്റെ ക്ഷേത്ര സങ്കല്പത്തില് നമുക്ക് ഏറ്റവും അധികം അറിയേണ്ട ഒരു പ്രതിഷ്ഠയുണ്ട്. എല്ലാ പ്രതിഷ്ഠയും വളരെ പ്രാധാന്യമുള്ളതാണ്. എങ്കിലും ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ അല്ലെ എല്ലാരും കണ്ടിട്ടുള്ളതാണല്ലോ. ശാരദനെ എല്ലാരും കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ശാരദ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ശാരം ദദാതി, അറിവ് നൽകുന്നവളെന്നാണ്. അപ്പൊ ശിവഗിരിയിലെ ശാരദയെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശാരദയ്ക്ക് എത്ര കൈകളുണ്ട്? ശാരദയ്ക്ക് എത്ര കൈകളുണ്ട്? ഒന്ന് ഉറപ്പിച്ചേ, എത്ര കൈകളുണ്ട്? ഒന്ന് ഉറപ്പിക്കുക എത്ര എണ്ണം ഉണ്ടെന്ന്. ഇപ്പോഴും സംശയമാണ് അല്ലേ? 4 കൈകളാണ് ശാരദാദേവിക്ക് ഉള്ളത്. ഈ 4 കൈകളിലും പ്രതീകാത്മകമായിട്ട് ഭഗവാൻ ഓരോരോ വസ്തുക്കളെ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? എന്തൊക്കെയാ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഒത്തിരി നാളായില്ലേ ശാരദയെ കാണാൻ തുടങ്ങിയിട്ട്? നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നത് ഗുരുവിന്റെ പ്രതിഷ്ഠകളിൽ നിങ്ങളുടെ സമീപത്തുള്ള പ്രതിഷ്ഠകൾ വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും അധികം നമ്മൾ കണ്ടിരിക്കുന്നത് തന്നെയായിരിക്കും ശാരദാമേനെ ആയിരിക്കും അല്ലേ? അപ്പൊ ശാരദാദേവിക്ക് 4 കൈകളുണ്ട്. ആ 4 കൈകളിലായിട്ട് ഭഗവാൻ ഓരോരോ വസ്തുക്കളെയും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ അത്? എന്തൊക്കെയുണ്ട്? എന്തൊക്കെയാണ്? അത് ഈ പറയുന്ന ആൾ തന്നെ പറഞ്ഞാൽ മതി അല്ലേ? ഞാൻ തന്നെ പറഞ്ഞേക്കാം അല്ലേ? കാണുന്നല്ലേ? എന്തൊക്കെയുണ്ട്? കലശം. ഒന്ന് ക്രമത്തിനൊന്ന് പറഞ്ഞേ. ഇടതുവശത്തെ താഴത്തെ കയ്യില് ഗ്രന്ഥം, മുകളിലത്തെ കയ്യില് അമൃതകുംഭം, വലതുവശത്തെ മുകളിലത്തെ കയ്യില് കിളി, താഴത്തെ കൈ ചിന്മുദ്ര. ഇത് 4 കേട്ടോ. അപ്പൊ ഇനിയെങ്കിലും ശാരദയെ കാണുമ്പോൾ സൂക്ഷിച്ചൊന്ന് നോക്കണം ഭഗവാൻ എന്തൊക്കെയാണ് ശാരദയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ചിലർ പറയും ശാരദയുടെ കയ്യിൽ വീണയുണ്ടെന്നല്ലേ. പക്ഷെ ശിവഗിരിയുടെ ശാരദയുടെ കയ്യിൽ എന്തില്ല? കുമാരനാശാന് പോലും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം കുമാരനാശാൻ ശാരദാസ്തവൻ രചിക്കുമ്പോൾ എങ്ങനെയാ പറഞ്ഞത്? സ്വാത്വികീ ഗുണവിലാസ ചിത്രിതായാത്മന പരമപാവനീ കലാസാ ശിവാനി വിദദാതു ശാരദ ശാരദേന്ദു കിരണോജ്വലാകൃതി വാപ്യവാക്മയമിദം ജഗൽസ്ഥിതാ വ്യാതനോതു മമ ദേവതാശ്രിയം കാഭിഹസ്ത പരിവാദിനേ ഗളത് കാകളീലയ കലാകുതൂഹല. വീണ വായിക്കുന്നതിൽ സമർത്ഥയായിരിക്കുന്നവളെന്ന് അവിടെ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഭക്തി പാരവശ്യത്താൽ പാടിപ്പോയപ്പോൾ അങ്ങനെ വന്നു ചേർന്നതാവാ. എന്തായാലും ശിവഗിരിയുടെ ശാരദയുടെ കയ്യിൽ എന്തില്ല? വീണയില്ല. അപ്പൊ ഭഗവാൻ എന്തിനാണ് ഈ 4 വസ്തുക്കളെ കൊടുത്തിരിക്കുന്നതെന്നൊന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് ഭഗവാന്റെ ആ ഒരു ക്രാന്തദർശിത്വം മനസ്സിലാക്കുന്നത്. കാരണം ഗ്രന്ഥം, ഇടതുവശത്തെ താഴത്തെ കയ്യില് ഗ്രന്ഥം, പുസ്തകമാണല്ലേ. പുസ്തകം എന്തിനു കൊടുത്തു? നമ്മൾ നല്ല അറിവുള്ളവരായിട്ട് തീരണം. വിവേകം താനേ വരുമോ? നല്ല ഗ്രന്ഥങ്ങള് വായിക്കണം എന്ന് പറയല്ലേ. അപ്പൊ വിവേകം താനേ വരുവോ? ഇല്ല. നല്ല ഗ്രന്ഥങ്ങള് വായിക്കണം. അപ്പൊ നല്ല ഗ്രന്ഥങ്ങൾ വായിച്ച് അറിവ് നേടണം. അറിവ് നേടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? ധർമ്മം എന്താണ്, അധർമ്മം എന്താണെന്ന് അറിഞ്ഞ് ജീവിക്കാൻ സാധിക്കും. ധർമ്മം എന്താണ്, അധർമ്മം എന്താണ്? അപ്പൊ ഒരു പുരുഷാർത്ഥത്തില് 4 കാര്യങ്ങളാണ് നേടേണ്ടതായിട്ടുള്ളത്. ധർമ്മം, അർത്ഥം, കാമം, 4മത്തത് മോക്ഷം എന്ന് കേട്ടിട്ടില്ലേ? എപ്പോഴാണ് നമുക്ക് മോക്ഷം കിട്ടുന്നത്? മോക്ഷം കിട്ടുന്ന എപ്പോഴാ? മരിച്ചതിന് ശേഷം അല്ല കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അല്ലെ മോക്ഷപ്രാർത്ഥന എന്നൊക്കെ പറയും. ജീവിച്ചിരിക്കുമ്പോഴേ താൻ ഈശ്വരനാണ് എന്നുള്ള അറിവിലേക്ക് ഒരു ജീവൻ ഉയരുമ്പോഴാണ് നമ്മൾ ആരാവുന്നത്? മോക്ഷത്തിന് വേണ്ടി ഇച്ഛിക്കുകയും മോക്ഷം എന്നുള്ള ആ ഒരു സദ്വസ്തു നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ധർമ്മം വേണം. ധർമ്മത്തിൽ ജീവിച്ച് രണ്ടാമതായിട്ട് സമ്പാദിക്കേണ്ടത് എന്താണ്?
അർത്ഥമാണ്. പണം വേണം, ധനം വേണം, അല്ലെ? ധനം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അതെങ്ങനെ സമ്പാദിച്ചതായിരിക്കണം? ധാർമ്മികമായിട്ട് സമ്പാദിച്ച ധനമായിരിക്കണം. അപ്പൊ ധർമ്മമായി, അർത്ഥമായി, ഇതൊക്കെ വളരെ ചുരുക്കി പറയും. ഇതിങ്ങനൊന്നും നിങ്ങൾ അറിഞ്ഞാൽ പോരാ. കാരണം ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിക്കണം. ധർമ്മം എന്താണ്, അധർമ്മം എന്താണെന്ന് അറിഞ്ഞ് ജീവിച്ചു കഴിയുമ്പോൾ അർത്ഥം സമ്പാദിക്കാനുള്ള ത്വരയില നമ്മൾ മിക്കവാറും എന്തിനെ കൈവിടും? ധർമ്മത്തെയൊക്കെ കൈവിടും. അങ്ങനെ ജീവിക്കരുത്, അല്ലേ? അപ്പൊ അർത്ഥം എന്ന് പറഞ്ഞാൽ ധനമാണ്. എന്താ ഈ ധനം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല പോലെ സമ്പത്തൊക്കെ വന്നു ചേരുമ്പം നല്ല സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനെന്ത് പറയും? നല്ല ധനവാനാന്ന് പറയും, അല്ലേ? പക്ഷെ ഗുരുവിന്റെ ധനം എന്ന് പറഞ്ഞാൽ അമൃതകുംഭത്തിലാണ്, അല്ലേ? അമൃത് എന്തിനു വേണ്ടിയുള്ളതാണ്? ജരാനരകള് ബാധിക്കാതിരിക്കാനാണ് എന്ത് കഴിക്കുന്നത്? അമൃത് കഴിക്കുന്നത്, അല്ലേ? പക്ഷെ ഗുരുവിന്റെ അമൃതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അമൃതല്ല. ഗുരു പറയും നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ഒരു അറിവിന്റെ അമൃതുണ്ടവനാണ് യഥാർത്ഥ ജ്ഞാനി എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് അമൃതകുംഭം കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് അമൃതാണ് കഴിക്കേണ്ടത്? ഞാൻ ശരീരമല്ല, അറിവാണ്. എപ്പോഴും ചൊല്ലാറൊക്കെയുണ്ട്, ഞാൻ ശരീരമല്ല, അറിവാകുന്നു, അല്ലെ? ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായി നാം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇല്ലാതെ പോയാലും ഇതൊക്കെ പറയും. പക്ഷേ എൻ്റെ ശരീരം, അല്ലെ, എൻ്റെ ശരീരത്തെ ബാധിക്കുന്നതൊക്കെ ആരെ ബാധിക്കും? എന്നെ ബാധിക്കും, അല്ലേ? നമ്മൾ ശരീരത്തെയാണോ സ്നേഹിക്കുന്നത്, ഉള്ളിലിരിക്കുന്ന ആത്മാവിനെയാണോ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ശരീരത്തെ തന്നെ, അല്ലേ? പക്ഷെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ സ്നേഹിച്ചിലുള്ള കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ, ശരീരം എത്ര സുന്ദരമായിട്ടിരുന്നാലും ഉള്ളിലുള്ള ആത്മാവ് പോയി കഴിഞ്ഞാൽ നമുക്ക് വല്ല വിലയുണ്ടോ? ഉണ്ടോ? അപ്പൊ നമുക്ക് ശരിക്കും വില തരുന്നത് ആരാണ്? ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യമാണ്. അതിനെ ഏത് പേരിട്ട് വേണമെങ്കിലും വിളിക്കുക. ഈ ഒരു അറിവുണ്ടാക്കുക എന്നുള്ളതാണ് ഗുരുവിന്റെ അമൃതകുംഭത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യം. ഞാൻ ശരീരമല്ല, അറിവാകുന്നു എന്നുള്ള ഒരു അറിവിലേക്ക്, ആ ഒരു അറിവിന്റെ അമൃതുണ്ടുക എന്നുള്ളതാണ് അമൃതകുംഭം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി മൂന്നാമതായിട്ട് കിളിയാണ്, അല്ലേ? ഈ കിളി എന്ന് പറഞ്ഞാല് കിളിയുടെ സ്വഭാവം എന്താ? എവിടെയെങ്കിലും അടങ്ങിയിരിക്കുവോ? ഇരിക്കുവോ? ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പാറിപ്പറന്നു പോകും. നമ്മുടെ മനസ്സോ? ഇപ്പം ഇവിടെ ഇരിക്കുന്നെങ്കിലും പലരുടെ മനസ്സിൽ എന്തൊക്കെ വിചാരങ്ങളാണിങ്ങനെ. ഇതുവരെ ഒരു മെഷീനും കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാരണം രക്ഷപ്പെട്ടു. ഓരോരുത്തരുടെയും മനസ്സിൽ എന്താണ് വിചാരിക്കുന്നത് കണ്ടുപിടിക്കാനുള്ള ഒരു മെഷീൻ വരാതിരിക്കട്ടെ, അല്ലേ? നല്ലതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ അവിടെ പൊളിയും. അപ്പൊ കിളി എന്ന് പറഞ്ഞാൽ കാമത്തിന്റെ പ്രതീകമാണ്. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം, അല്ലേ? ആഗ്രഹം തീർന്ന ആരെങ്കിലും ഉണ്ടോ? പറയുമ്പോൾ ഒക്കെ എളുപ്പമോ, എനിക്കെല്ലാം മതിയാ, ഇനി അങ്ങോട്ട് പോയാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ ഐസി കിടക്കുമ്പോൾ ഈ താക്കോല് വിടുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല, അല്ലേ? അപ്പൊ എങ്ങനെ എൻ്റേത് എൻ്റേത് എൻ്റേതെന്നും പറഞ്ഞ് നമ്മൾ പലതിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം മനസ്സിന് സ്വസ്ഥതയും സമാധാനവും കിട്ടുമോ? കിട്ടില്ല. അപ്പൊ കുറെ കഴിയുമ്പോൾ ഇതൊക്കെ വിട്ടുകൊടുക്കാനുള്ളൊരു മനോഭാവം ഉണ്ടാവണം. അപ്പൊ കാമത്തിന്റെ പ്രതീകമായിട്ടാണ് എന്തിനെ കൊടുത്തിരിക്കുന്നത്? കിളിയെ കൊടുത്തിരിക്കുന്നു. ഇനി നാലാമതാണ് ചിന്മുദ്ര. ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കണം, അല്ലേ? നമ്മുടെ എല്ലാ കൈവിരലുകളും ഒരുപോലെയാണോ? അല്ല. ആണോ? അല്ല. 5 വിരല് 5 രീതിയിലാണല്ലേ? നീളം കൂടുതലുള്ളതുണ്ട്, ചെറിയ വിരലുണ്ട്, കനിഷ്ഠിക, അനാമിക, മധ്യമിക, തർജനി, അങ്കുഷ്ട, ഇങ്ങനെ 5 വിരലാണ് നമുക്ക് ഉള്ളത്. അതിൽ ചെറിയ വിരലിനെയാണ് കനിഷ്ഠിക എന്ന് പറയും. അത് ചെറിയ വിരലാണ്. ഇനി രണ്ടാമത്തെ വിരലോ? രണ്ടാമത്തെ വിരൽ എന്തിനുള്ളതാ? നമ്മൾ 2 സമയത്താണല്ലോ ഈ വിരൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. എപ്പോഴൊക്കെ ആയിരുന്നു? മോതിരം ഇട്ടപ്പോഴും പിന്നെ വേറൊരു സമയത്ത് ഇട്ടില്ലേ? പിതൃകർമ്മം ചെയ്യാൻ നേരത്ത് ഏത് വിരലിലെ മോതിരം ഇടാനാ ശാന്തി പറഞ്ഞേ? ഈ മോതിര വിരൽ ഇടാൻ പറഞ്ഞല്ല. അത് എന്തിനാണെന്നൊന്നും നമുക്ക് മനസ്സിലായില്ല, പക്ഷേ നമ്മൾ ഇട്ടു. ഇനി നടുക്കത്തെ വിരൽ ഇച്ചിരി വലിയ വിരലാന്നേ ഉള്ളൂ, അതിന് പ്രത്യേകിച്ച് ധർമ്മമൊന്നുമില്ല. നമ്മുടെ സകല അഹങ്കാരവും കാണിക്കുന്ന വിരലേതാ? എൻ്റെ സകല അഹങ്കാരം ഞാൻ കാണിക്കുന്ന വിരലേതാ? ഈ ഞാൻ ആരാ, അല്ലേ? നമ്മൾ കൈ ചൂണ്ടുന്ന ആരുടെ നേരെയാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാന്ന് പറയും. അപ്പൊ നമ്മുടെ അഹങ്കാരം മുഴുവൻ കാണിക്കുന്ന വിരലാണ്
ചൂണ്ടുവിരല്. ഇനി ഈ വിരലോ സത്യം പറയുന്ന വിരലാന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഈ വ്യവഹാരങ്ങളിലൊക്കെ തമ്പ് ഇംപ്രഷൻ ചെയ്യാൻ പറയും. ഈ വിരൽ സത്യം മാത്രമേ പറയൂ എന്നാ കേട്ടോ. അപ്പോൾ തമ്പ് ഇംപ്രഷൻ കൊടുക്കും. അപ്പോൾ പക്ഷേ ചിന്മുദ്ര പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ ഞാനിനെ ഒന്ന് വളയ്ക്കണം അല്ലെ? ഞാനെന്നുള്ള എൻ്റെ ഭാവത്തെ ഒന്ന് വളച്ചാരോട് ചേർക്കണം? ആത്മഭാവത്തോട് ചേർത്താലേ ഉള്ളൂ ഞാൻ ആരാകുള്ളൂ? പൂർണ്ണനാകുള്ളൂ. അപ്പൊ നമ്മളൊരു ശാന്തി മന്ത്രം പറയും. ഓം പൂർണ്ണമത എന്ന് ഉറക്കെ പറഞ്ഞേ. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവ അവശിഷ്യതേ. പൂർണ്ണത്തിൽ നിന്ന് എത്ര പൂർണ്ണങ്ങൾ എടുത്താലും പിന്നെയും അവശേഷിക്കുന്നത് പൂർണ്ണം തന്നെ ആണ്. എന്ന് വെച്ചാൽ ഞാൻ പൂർണ്ണമാവണമെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കണം അല്ലേ? ഒരു ഗുരുവിന് മാത്രമേ ഉള്ളൂ നമ്മളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് കുമാരനാശാൻ പറഞ്ഞത് ആരായുകിലന്തമൊഴിച്ചാതിമഹസിൽ നേരാ വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ആർക്കേ കിട്ടുള്ളൂ ഗുരുവിനെ? ആരായണം, അന്വേഷിച്ച് ചെല്ലണം. നമുക്ക് ഗുരുവിനെ വേണോ? ഗുരുവിനെ വേണമെങ്കിൽ ഗുരുവിനെ അന്വേഷിച്ച് ചെന്നാൽ ആരെ കിട്ടും? ഗുരുവിനെ കിട്ടും. ആരായുകിൽ അന്ധത്വമൊഴിച്ച് ആദിമഹസിലേക്കുള്ള നേരായ വഴി കാട്ടുന്ന ഗുരു തന്നെയാണ് പരമമായ ദൈവം. അതിനപ്പുറം ഒരു ദൈവം ഇല്ല. കാരണം ഇങ്ങനെ ഒരു ഗുരു ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ദേവീദേവന്മാരെയൊക്കെ കിട്ടുമായിരുന്നോ? നമ്മുടെ ദൈവങ്ങളൊക്കെ ആരൊക്കെ ആയിരുന്നു? നല്ല പേരൊക്കെ അല്ലേ? ചാത്തന്, ചാമുണ്ടി, പിന്നെ പേയ, പിശാജ്, കുറെ നല്ല ദേവതകളെയൊക്കെ നമുക്ക് കിട്ടിയിരുന്നത് കേട്ടോ. അവിടുന്ന് നല്ല സ്വാത്വിക മൂർത്തികളെ തന്നിട്ട് ഇപ്പൊ പറഞ്ഞല്ലോ, ഭദ്രകാളി പ്രതിഷ്ഠയൊക്കെ ഇളക്കി മാറ്റി ഗുരു പല പ്രതിഷ്ഠകളും നടത്തുമ്പോൾ ഭദ്രകാളിയെ മാറ്റുമ്പോൾ അവിടെയുള്ള ജനതയ്ക്ക് ഒരനിഷ്ടം വരും അല്ലെ? നേരത്തെ അവര് ആരാധിച്ചിരുന്ന ഒരു ദേവതയെ മാറ്റിയെന്നുള്ളൊരു അനിഷ്ടം വരും. അവിടെ ഗുരു വളരെ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തു? അതിലും സുന്ദരമായ വേറെ ഒന്നിനെ കൊടുത്തു. അപ്പൊ നമ്മൾ അങ്ങനെയല്ലേ? സുന്ദരമായത് കാണുമ്പോൾ നമ്മൾ എന്തിന്റെ പുറകെ പോകും? അതിലേക്ക് പോകും. അപ്പൊ ഈ ചാത്തനും ചാമുണ്ടിയും പേയും പിശാചും ഒക്കെ ആയിരുന്നപ്പോൾ നമ്മൾ അവർക്ക് കൊടുത്തിരുന്ന കുറെ സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? കള്ള്, കോഴിയുടെ രക്തം, ഇതൊക്കെ കൊടുത്തു. അപ്പൊ ഈ ഒരു രീതിയെ സത്യത്തിൽ ഗുരു ആ ഭദ്രകാളി പ്രതിഷ്ഠയൊക്കെ ഇളക്കി മാറ്റിയപ്പോൾ സത്യത്തിൽ അനുവർത്തിച്ച എന്താണ്? അതുവരെ നമ്മൾ അനുവർത്തിച്ചു കൊണ്ടിരുന്ന നമ്മളുടെ പൂജാവിധാനങ്ങളെയൊക്കെ മാറ്റിമറിച്ചിട്ട് അവിടെ സ്വാത്വികമായിട്ടുള്ള ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ല ദേവീദേവ സങ്കല്പത്തിലുള്ള, ഇപ്പം ശാരദാമ്മയെ കണ്ടാൽ എന്ത് സുന്ദരിയല്ലേ? ആ അമ്മയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ഒരു ദേവിയെ നമുക്ക് വേറെ കാണാൻ പറ്റുമോ? കാരണം ശ്രീനാരായണ ഗുരുദേവന്റെ കൈപ്പാടുകൾ എവിടെയുണ്ട്? ശാരദാദേവി ഇരിക്കുന്നത് എവിടെയാ? താമരയിലാണല്ലേ? ആ താമരയില് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും അവിടെ പൂജ ചെയ്യുന്നവർക്കറിയാം അവിടെ എന്തുണ്ട്? അഷ്ടബന്ധം, ഗുരു ഇങ്ങനെ അമർത്തിയ പാടുകൾ ആ താമരയിലുണ്ട് എന്നാണ്. അപ്പൊ ശാരദാ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ഗുരുവിന്റെ ക്ഷേത്ര സങ്കല്പത്തിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ളൊരു മാതൃകയായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രതിഷ്ഠയാണ് ശാരദാ പ്രതിഷ്ഠ. കാരണം എന്താ അതിലൂടെ ഗുരു പഠിപ്പിക്കുന്നത്? ധർമ്മത്തിൽ ജീവിക്കണം, അർത്ഥം സമ്പാദിക്കണം, കാമങ്ങളെയൊക്കെ പൂർത്തീകരിച്ചോളൂ, വേണ്ടാന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. പക്ഷെ അവിടെ നിൽക്കരുത്. അവസാനം എന്തന്വേഷിക്കണം? മോക്ഷത്തിലേക്കുള്ള വഴികൾ അന്വേഷിച്ചുകൊണ്ട് ഒരു ജീവനെ യഥാർത്ഥമായിട്ടുള്ള ആ സത്യത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കണം എന്നുള്ളൊരു പരമമായ തത്വമാണ് ശാരദാ പ്രതിഷ്ഠയിലൂടെ നാരായണ ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഗുരു പറയും, ഇനി ക്ഷേത്രങ്ങളല്ല വേണ്ടിയത്, വിദ്യാലയങ്ങളാണ്. കാരണം അറിവുള്ള ഒരു ജനത ഇവിടെ ഉണ്ടാകണം. നമുക്കിപ്പോൾ ഇല്ലാത്തത് എന്താണ്?
അറിവാണല്ലേ. അപ്പൊ അറിവ് വേണം. അറിവ് 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 എന്നുള്ള ആ ഒരു പദം ഗുരു ആത്മോപദേശ ശതകത്തിലൊക്കെ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നത് ചൊല്ലി നോക്കിയിട്ടുള്ളവർക്ക് മനസ്സിലാകും. കാരണം അറിവ് എന്ന് പറയുന്നിടത്തെല്ലാം അതിനു പകരം നമുക്ക് ചേർക്കാവുന്ന വാക്ക് ഈശ്വരൻ എന്നാണ്. അപ്പൊ ഈശ്വരന് പറയുന്ന മറ്റൊരു പദമാണ് അറിവ്, അല്ലെ. അറിവ് അതിനിങ്ങനെ ആർക്കും ഓതിടേണം എന്ന് പറയും. അപ്പൊ അറിവിനെ അറിയണം, ഈശ്വരനെ അറിയണം. ഞാനെന്ന ജീവൻ പൂർണ്ണമാവണമെങ്കിൽ ആരിലേക്ക് ചേരണം? ഈശ്വരനിലേക്ക്, അല്ലെ ഭഗവാനിലേക്ക്, ഭഗവതിയിലേക്ക് ചേരണം എന്നുള്ളൊരു വലിയ സത്യമാണ് ശാരദാ പ്രതിഷ്ഠയിലൂടെ ഗുരു പഠിപ്പിച്ചു തരുന്നത്. പറഞ്ഞല്ലോ, കനിഷ്ഠിക, അനാമിക, മധ്യമിക, തർജനി, അങ്കുഷ്ടം എന്നുള്ള 5 വിരലില് നമ്മുടെ അഹങ്കാരം എന്ന് പറയുന്ന പ്രധാന വിരലിനെ എവിടെ സമർപ്പിക്കണം? ഒരു ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടണമെന്നാണ്. ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടണം. അപ്പം ഗുരുവിൻ്റെ ക്ഷേത്രപ്രതിഷ്ഠകളിൽ നമ്മൾ എത്ര എണ്ണത്ത് പോയിട്ടുണ്ടോയെന്നൊന്നും, നിങ്ങൾ എത്ര സ്ഥലത്ത് പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പം മണ്ണന്തല ദേവി ക്ഷേത്രം എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള മറ്റൊരു ആനന്ദവല്ലി എന്നും പറയാറുണ്ട്, ആനന്ദവല്ലീശ്വരം എന്ന് പറയാറുണ്ട്. മണ്ണന്തല ദേവി ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഇത്രയും കൈകളൊക്കെ ഉള്ളൂ, അല്ലേ? ഈ കഴിഞ്ഞ ദിവസം പൊങ്കാല നടന്ന എവിടെയാണ്? ആറ്റുകാൽ. അവിടെ എത്ര പേര് പോയിട്ടുണ്ട്? എത്ര പേര് പോയിട്ടുണ്ട്? അപ്പം എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം. പക്ഷേ ഇവിടെ അടുത്ത് തന്നെയാണ് ആരിരിക്കുന്നത്? മണ്ണന്തല അമ്മ ഇരിക്കുന്നത്. അപ്പം മണ്ണന്തല അമ്മയെ കൂടി കാണാനൊന്ന് ഇനിയത്തെ പോക്കിൽ എങ്ങോട്ട് പോകണം? മണ്ണന്തല അമ്മയെ കൂടി ഒന്ന് കാണണം. കാരണം മണ്ണന്തല ദേവി പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ഇളക്കി പ്രതിഷ്ഠ കേട്ടോ. അവിടെ ആദ്യത്തെ വിഗ്രഹം എന്ന് പറയുന്നത് ഭദ്രകാളിയായിരുന്നു. അപ്പൊ ഭദ്രകാളിയെ ഇളക്കി മാറ്റിയിട്ട് അവിടെ ആരെ പ്രതിഷ്ഠിച്ചു? വിദ്യാദേവതയെ പ്രതിഷ്ഠിക്കുകയാണ്. അപ്പോൾ തൃപ്പാദങ്ങൾ ഈ പ്രതിഷ്ഠയ്ക്ക് വരുമ്പോൾ പറഞ്ഞിരുന്ന സമയത്തിനേക്കാൾ ഒരു അല്പം വൈകിയാണ് വന്നത്. അപ്പൊ തിളച്ചു കിടക്കുന്ന അഷ്ടബന്ധം ഗുരു തൻ്റെ കൈകൾ കൊണ്ട് വാരിയെടുത്തുകൊണ്ട് വിഗ്രഹത്തിൽ പ്രതിഷ്ഠ ഉറപ്പിക്കുന്ന സമയത്ത് ഒരു പണ്ഡിതൻ ചോദിച്ചു, ഏത് മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ നടന്നത്? അപ്പോൾ ഗുരു പറയുന്നുണ്ട്, അത് അടി അളന്ന് നോക്കണം. എന്ന് വെച്ചാൽ നമുക്കറിയാലോ, പണ്ടൊക്കെ സമയം നോക്കിയിരുന്ന എങ്ങനെയാ? സൂര്യൻ്റെ നിഴലിനെ അടി അളന്ന് സമയം കണ്ടെത്തുമായിരുന്നു. എന്നിട്ട് ഗുരു പറയുന്നൊരു കാര്യമുണ്ട്, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞല്ലേ എന്ത് നോക്കുന്നത്? ജാതകമൊക്കെ നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് ഇനി നോക്കിക്കോളൂ എന്ന് പറയും. അപ്പൊ ഗുരുവിൻ്റെ കൂടെ ചെമ്പഴന്തിയിൽ പഠിച്ചിരുന്ന ഒരു ബാല്യകാല സുഹൃത്തായിരുന്ന ഒരു വ്യക്തി തൃപ്പാദങ്ങൾ ഈ പ്രതിഷ്ഠയ്ക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വിചാരം എന്താ? ഇതെൻ്റെ കൂടെ പണ്ട് പഠിച്ച അല്ലെ നാണുവാണല്ലോ വന്നിരിക്കുന്നെന്നുള്ള ഒരു ബോധത്തോടു കൂടി വന്ന് മണ്ണന്തല പ്രതിഷ്ഠ കാണാൻ വരുന്ന സമയത്ത് ഇത് പണ്ട് എൻ്റെ കൂടെ പഠിച്ച ആരാണ്? ചെമ്പഴന്തിയിലെ നാണുവല്ലേ എന്നുള്ള ഭാവത്തിൽ നിൽക്കുമ്പോൾ തൃപ്പാദങ്ങള് ഈ അഷ്ടബന്ധം, തിളച്ചു കിടക്കുന്ന അഷ്ടബന്ധത്തിൽ നിന്ന് 1-2 തുള്ളി ഇങ്ങനെ ഒന്ന് ഇറ്റിച്ചു എന്നാണ് കൈകൊണ്ട്. ഇത് കറക്റ്റ് ആരുടെ അടുക്ക പോയി വീണു? ഇദ്ദേഹത്തിന്റെ ദേഹത്ത് തന്നെ, വേറെ ആരുടെയും ദേഹത്ത് വീണില്ല, ഇദ്ദേഹത്തിന്റെ ദേഹത്ത് തന്നെ വീഴുകയും പിന്നെ അദ്ദേഹത്തെ ആ ഭാഗത്തെങ്ങും കണ്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ മനസ്സിലായി, പണ്ട് കൂടെ പഠിച്ച നാണുവല്ല ഇപ്പൊ പ്രതിഷ്ഠയ്ക്ക് വന്നിരിക്കുന്ന നാണു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ ആ മണ്ണന്തല പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം സാത്വികീ വിലാസിയായിട്ട് ഇരിക്കുന്ന ശാരദാ സ്വരൂപത്തിലുള്ള സരസ്വതീ ഭാവത്തിലുള്ള ദേവിയെ പ്രതിഷ്ഠിച്ചിട്ട് തൃപ്പാദങ്ങൾ ഒരു നല്ല കൃതിയും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചൊല്ലാറുണ്ടോ അത്? മണിക്കുട വിടർത്തി മലർത്തൂവി മണമെല്ലാം ഹൃണിക്കപജതി ക്രിയ കഴിച്ചു ഘൃണിയാക്കി ഗുണിച്ചവകളൊക്കെയും ഒഴിഞ്ഞു ഗുണിയും പോയി ഗുണക്കടൽ കടന്നു വരുവാനരുൾക തായേ. ചൊല്ലുന്നതാണോ? വല്ലപ്പോഴും അല്ലേ? എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ കൃതികളെ നമ്മളിങ്ങനെ 3ആക്കി വെച്ചിരിക്കുകയാണല്ലോ. എന്നും ചൊല്ലുന്നത്, വല്ലപ്പോഴും ചൊല്ലുന്നത്. ഇതുവരെ ഞങ്ങൾ തുറന്ന് നോക്കിയിട്ടില്ലാത്തതല്ലേ? കാരണം നമ്മൾ എളുപ്പ വഴി ക്രിയ ചെയ്യാൻ പഠിച്ചവരായതുകൊണ്ട് പിണക്കൊന്നും തോന്നണ്ടെന്ന് വെച്ചിട്ട് ഏറ്റവും എളുപ്പമുള്ള 2-3 പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഓടുക. എങ്ങോട്ടാ? സന്ധ്യാസമയമായാൽ
ഗൃഹങ്ങളിൽ സന്ധ്യാവിളക്ക് വെച്ചും ചിത്തത്തിൽ ബന്ധുവായ ഗുരുവിനെ പാലനം ചെയ്തിടേണം. ദേവദേവ ഗുരുവേ ഭഗവാനെ ആനന്ദപ്പൂനിലാവേ ഇന്നി ഭവനമിതിൽ എഴുന്നള്ളി വന്നിടണേ ഗുരുവേ. എത്ര ഭക്തിയോടുകൂടി നമ്മുടെ പൂർവികരായിട്ടുള്ള അച്ഛന്മാരും അമ്മമാരും ഒക്കെ ചൊല്ലിയിരുന്നൊരു പ്രാർത്ഥനയാണ്. അവരൊക്കെ സ്വാമി എന്ന് പറഞ്ഞാൽ സ്വാമി ആയിരുന്നു അവർക്കെല്ലാം, അല്ലെ? അതിനപ്പുറം വേറൊരു ദേവിയും ദേവനും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ 85 വയസ്സിൽ മരിക്കുന്നിടം വരെ വേറൊരു ക്ഷേത്രത്തിലും പോയിട്ടില്ല, വേറൊരു ദേവിയെയും ദേവനെയും തൊഴുതായിട്ട് എനിക്കറിയില്ല. നാരായണ ഗുരുദേവനായിരുന്നു എല്ലാം. പക്ഷെ അവരൊക്കെ സ്വാമി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, അല്ലെ? സ്വാമി എന്ന് പറഞ്ഞാൽ എല്ലാം അതിനകത്ത്, എൻ്റെ സ്വാമി എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പറയുന്നത് എന്താ? സന്ധ്യാസമയായ എന്ത് ചെയ്യണം? സന്ധ്യാസമയായ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സന്ധ്യാസമയായ നമുക്ക് തന്നെ അറിയാമല്ലോ. സന്ധ്യാസമയം പലരും നമ്മുടെ വീട്ടിലോട്ട് വരും. അവരെയൊക്കെ കണ്ട് സ്വാമിയെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കാണാമല്ലോ, അല്ലെ? സ്വാമി നമ്മുടെ സ്വന്തം ആളായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എപ്പം നടത്തണം? സന്ധ്യാസമയത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഓടുകയല്ല വേണ്ടിയത്. എന്ത് ചെയ്യണം? ആ വിളക്കിന് സമീപത്തിരുന്ന് പ്രാർത്ഥന നടത്തണം, അല്ലേ? അങ്ങനെ ഒരു സംസ്കാരമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അന്ന് ഈ TV ഒന്നും ഇല്ലായിരുന്ന കാരണം, ഫോണും ഒന്നും ഇല്ലായിരുന്നത് കൊണ്ട് സന്ധ്യാസമയമാകുമ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നൊരു സംസ്കാരം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പൊ സീരിയലിന്റെ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആരെ വിളിക്കുന്നത്? സീരിയലിന്റെ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഭഗവാനെ വിളിക്കുന്ന സമയം സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സംസ്കാരം മാറിയപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആരെയും ഈ കുറ്റം പറയുന്നത്? കുറ്റം പറയാൻ നമുക്ക് ഉണ്ടോ ഇല്ലെന്ന് ആദ്യമായിട്ട് ചിന്തിക്കണം. അപ്പം ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന ആ മഹാഋഷിയെ നമ്മൾ അറിയുമ്പോൾ തൃപ്പാദങ്ങൾ നമുക്കായിട്ട് തന്ന ഓരോ ചെറിയ കാര്യങ്ങൾ മുതൽ തുടങ്ങിക്കോളൂ. എവിടം വരെയാണ് ഗുരു നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോഴാണ് ആ ഋഷിയെ നമ്മൾ നമിച്ചു പോകും. കുമാരനാശാൻ വെറുതെ അല്ല പറഞ്ഞത്, നമിക്കുവിൻ സഹചരെ, നമിക്കുവിൻ സഹചരെ, നിയതമീ ഗുരുപാദം നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ. എന്നിട്ട് പറഞ്ഞു, ഗുരുവര്യനിതുപോലെ ലഭിക്കുമോ കുലത്തിന് ഗുരുഭക്തിയില്ലാതാർക്കും കുശലമാമോ. എന്ത് വേണം? ഗുരുഭക്തി വേണം. ഗുരുവിനോട് ഭക്തി ഉണ്ടാവണം. നമുക്ക് ഗുരുവിനോട് ഭക്തി ഉണ്ടാകുന്ന എപ്പോഴാ? ക്ഷേത്രത്തില് വരുമ്പോഴാണല്ലേ. അപ്പൊ അങ്ങനെ മതിയോ? നാരായണ ഗുരുദേവനെ എവിടെ ഉറപ്പിക്കണം? നമ്മുടെ ഉള്ളിലാണ് ഭഗവാനെ ഉറപ്പിക്കേണ്ടത്. ഭഗവാനെ നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കണം. അപ്പൊ ശാരദാ പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുദേവൻ താമരയിൽ ശാരദാദേവിയെ ഇരുത്തിരിക്കുന്നു പറഞ്ഞാല് ഈ താമര എന്തിന്റെ പ്രതീകമാണ്? നമ്മുടെ ഹൃദയമാണ് താമര. അപ്പൊ ശാരദ എവിടെ ഇരുത്തണം? നമ്മുടെ ഹൃദയത്തിലാണ് ശാരദയെ ഇരുത്തേണ്ടത് എന്നുള്ളൊരു സത്യം കൂടി അറിയണം. പിന്നീട് പ്രാർത്ഥനയിലേക്ക് വന്നാല് പ്രാർത്ഥന എപ്പോഴൊക്കെ ചൊല്ലാന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് സമയമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നമുക്കിപ്പോഴും പ്രാർത്ഥന എപ്പോൾ ചൊല്ലാന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ മറുപടി പറയും. എപ്പോഴാ ചൊല്ലുന്നേ? സന്ധിക്കും തൃപ്പാദങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടോ എപ്പോൾ ചൊല്ലാന്ന് പ്രാർത്ഥന? വല്ലതും പറഞ്ഞായിരുന്നോ? ഗുരു വല്ലതും പറഞ്ഞോ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാന്ന്? വല്ല സംശയം ഉണ്ടോ? ഗുരു പറഞ്ഞോ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാന്ന്? എനിക്ക് ഗുരു പറഞ്ഞ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാന്നാ പറഞ്ഞേ? ഊണിലും നമ്മളിങ്ങനെ ഊണിലും ഉറക്കത്തിലും എല്ലാം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് ഒരു സമയമൊന്നുമില്ല. നമ്മളെപ്പോഴാണോ ഫ്രീ ആകുന്നത് അതിൽ തന്നെ ഒരു കൃതി മാത്രം ഗുരു പറഞ്ഞിട്ടുണ്ട്, രാവിലെ ചൊല്ലണമെന്ന് കേട്ടോ. അത് നിങ്ങൾക്ക് ബാധകം കൂടിയാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ആരാണ്? ഭദ്രകാളി അമ്മയാണല്ലേ. അപ്പൊ എപ്പോൾ ചൊല്ലണമെന്ന് പറഞ്ഞു? അപ്പൊ ചിലർ ചോദിക്കും അത് ഉച്ചയ്ക്കും ഇല്ലേ വല്ല കുഴപ്പമുണ്ടോ? ഓപ്ഷനാണ്. നമുക്ക് മൊത്തം
ഗുരു പറഞ്ഞാണെ പോലും അതിന് വേറെ ഓപ്ഷൻ ചോദിക്കും. അത് വേറെ സമയത്ത് ഇല്ല, കുഴപ്പം വല്ലതും ഉണ്ടോ? ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ രാവിലെ ചൊല്ലാന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ രാവിലെ ആരെയാ വീട്ടിലേക്ക് വരുത്തേണ്ടത്? ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഭദ്രം വരുത്തുന്നവളെന്നാണ്. നമുക്കിപ്പോഴും തെറ്റിദ്ധാരണയാണ്. ഭദ്രകാളി എന്നൊക്കെ പറഞ്ഞാൽ പേടിക്കേണ്ട എന്താണോ? പേടിക്കേണ്ട അമ്മയാണോ? ഭദ്രം കരോതു. അപ്പൊ ഭദ്രം പ്രദാനം ചെയ്യുന്ന ദേവിയാണ് ഭദ്രകാളി അല്ലേ? അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഏത് കൃതി ചൊല്ലിയില്ലെങ്കിലും രാവിലെ ഏത് ചൊല്ലണം? ഭദ്രകാളി അഷ്ടകം ചൊല്ലാറുണ്ടോ? എത്ര പേര് ചൊല്ലും? എല്ലാവരും ചൊല്ലാറുണ്ടോ? എപ്പോഴാ ചൊല്ലുന്നേ? നിങ്ങളുടെ രാവിലെ എപ്പോഴാ? നിങ്ങളുടെ രാവിലെ 6:15 അപ്പൊ എപ്പോഴാണെങ്കിലും ശരി, ഒരു സൂര്യോദയത്തിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവിലെ വിളക്ക് കത്തിക്കേണ്ട എപ്പോഴാ? സൂര്യൻ ഉദിക്കുന്നതിന് ആ വരവിനെ നമ്മൾ സ്വീകരിക്കുകയാണല്ലേ. അപ്പം സൂര്യനെയൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവണം? ശ്രേയസ് ശ്രീ ശിവകീർത്തി സമ്പദമലം സംപ്രാപ്യ സമ്പന്മയി ശ്രീദേവി അനപായിനി ഗതിമയൻ സോയം സുഖി വർത്തതേ എന്ന് വെച്ചാൽ ഈ കൃതി ചൊല്ലുന്നവരുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെ നടക്കും? രോഗാദി ദുരിത ദുഃഖങ്ങളെയൊക്കെ ഇല്ലാതാക്കും, ശ്രേയസ് ഉണ്ടാകും, ശിവകീർത്തി സമ്പത്ത്. നമുക്കിതൊക്കെയല്ലേ വേണ്ടിയേ? നല്ല സമ്പത്ത് വരണം, ശ്രേയസ് ഉണ്ടാവണം, പ്രേയസ് വേണം. ശ്രേയസ് നൽകണേ നാരായണ, പ്രേയസ് നൽകണേ എന്ന് പറയും. നമുക്ക് രണ്ടും വേണം അല്ലേ? രണ്ടും ഉണ്ടായാലേ ഉള്ളൂ ബാലൻസ് ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നമുക്ക് രണ്ട് ഭാഗവും ബാലൻസ് ചെയ്ത് നിൽക്കണമെങ്കിൽ ശ്രേയസ്സും വേണം, പ്രേയസ്സും വേണം. ഇത് നൽകാൻ പറ്റുന്ന ദേവിയാണ് ആര്? ഭദ്രകാളി അമ്മ അല്ലേ? അപ്പൊ ഭദ്രകാളി അമ്മേനെ നിങ്ങൾ മുറുകെ പിടിച്ചോളുക. എന്നിട്ട് ഇവിടെ രണ്ടുപേരും ഉണ്ട്, ഗുരുവുണ്ട്, ഭദ്രകാളിയുണ്ട്. അപ്പൊ അമ്മ ഏറ്റവും സന്തോഷവതിയായിരിക്കുന്നത് ഏത് കൃതി ചൊല്ലുമ്പോഴായിരിക്കും? ഈ ഭദ്രകാളി അഷ്ടക അമ്മയ്ക്ക് വളരെയധികം, കാരണം ഗുരു ഫലശ്രുതി പറഞ്ഞിരിക്കുന്ന അധികം കൃതികളൊന്നും ഇല്ല. അതിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഫലശ്രുതി പറഞ്ഞിരിക്കുന്ന ഒരു കൃതിയാണ് ഭദ്രകാളി അഷ്ടകം. അപ്പൊ ആ ദേവിയെ ഉപാസിക്കുക. നിങ്ങൾക്ക് ആരെയാണോ കൂടുതൽ, നമ്മുടെ ഗുണങ്ങൾ അനുസരിച്ച് തിരഞ്ഞെടുക്കുന്ന ദേവതകൾക്കും വ്യത്യാസം ഉണ്ടാവും എന്ന് പറയും. സത്വഗുണം ഉള്ളവരുണ്ടാവും, താമസ ഗുണമുണ്ട്, രാജസ ഗുണമുണ്ട്. എപ്പോഴും ഒരേ ഭാവത്തിൽ ഇരിക്കാൻ പറ്റുമോ? രാവിലെ എഴുന്നേറ്റിട്ട് ഞങ്ങൾ സാത്വിക ഭാവത്തിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ വീട്ടിൽ വല്ലതും നടക്കുമോ? ഇല്ല. അപ്പൊ കർമ്മനിരതരാവണം. അതിന് രാജസ ഭാവത്തിലേക്ക് വരണം. പിന്നെ എപ്പോഴും നല്ല സാത്വിക ഭാവത്തിലിരുന്നാൽ വീട്ടിലെ കാര്യങ്ങളൊന്നും ശരിയായിട്ട് നടക്കത്തില്ല. അപ്പൊ താമസഭാവവും രാജസഭാവവും ഒക്കെ ഒരാളില് ഉണ്ടാവണം. അപ്പൊ നാരായണ ഗുരു എന്ന് പറയുന്ന ഋഷിയെ കുറിച്ച് അറിയുമ്പോൾ തൃപ്പാദങ്ങളുടെ ശരിയായ ഒരു രൂപം, നമുക്ക് നിജസ്വരൂപം അറിയണമെങ്കിൽ ഗുരുദേവ കൃതികൾ പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്, തൃപ്പാദങ്ങൾ സശരീരനായിരിക്കുന്ന സമയത്ത് ഗുരുവിന്റെ കൂടെ നടന്ന ശിഷ്യ സത്തമന്മാർ എഴുതി വച്ചിരിക്കുന്ന ഗുരുദേവ ചരിത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്. മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം ഉണ്ടാവണം. ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിലൂടെ ഒരു തീർത്ഥയാത്ര എന്ന് പറയാം. കാരണം വടക്കൻ കേരളത്തിലേക്കും തെക്കൻ കേരളത്തിലേക്കും ഒക്കെ ഗുരു ഒരുപാട് ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു ഘട്ടം എത്തുമ്പോൾ ഗുരു പറയുന്നുണ്ട്, ഇനി എന്താ വേണ്ടിയത്? ക്ഷേത്രങ്ങളല്ല വേണ്ടിയത്, വിദ്യാലയങ്ങളാണ്. കാരണം അറിവുള്ള ഒരു ജനത, ഒരു സംസ്കാരമുള്ള ഒരു ജനത ഇവിടെ ഉണ്ടാവണം. അറിവില്ലാത്തതായിരുന്നല്ലോ നമ്മുടെ എല്ലാം പ്രശ്നം എന്ന് പറയുന്നത്, അറിവില്ലാത്തതാണ്. അപ്പൊ അറിവുള്ള ഒരു ജനത ഇവിടെ ഉണ്ടാവണമെങ്കിൽ നല്ല അറിവുള്ള സംസ്കാരമുള്ള ഒരു തലമുറയെ ഇവിടെ വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനാരെ സമാശ്രയിക്കണം? നമ്മൾ ഗുരുവിലേക്ക് തന്നെ വരിക. ഗുരുവിന്റെ ദർശനത്തെ, ഗുരുവിന്റെ കൃതികളെ ഒക്കെ ഒരു ജീവവായു പോലെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് എന്നുണ്ടാവുന്നോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാ മതങ്ങളുടെ അല്ലേ, ഇന്നലെ ആയിരുന്നു സർവമത സമ്മേളനമൊക്കെ നടന്നു. അപ്പൊ അവിടെ തന്നെ നിങ്ങൾക്കറിയാം, ഗുരുവിന്റെ സന്ദേശത്തെ ജാതി മത ഭേദ ചിന്തകൾക്ക് അതീതമായിട്ട് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റിയ ദർശനമാണ് ഗുരുവിന്റെ ദർശനം. അവിടെ ഒരു ജാതിയോ മതമോ വർഗമോ വർണ്ണമോ വല്ലതും വ്യത്യാസം ഉണ്ടായിരുന്നോ ഗുരുവില്?
ഒന്നുമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ചെമ്പഴന്തി മണക്കൽ ക്ഷേത്രത്തിൽ തൃപ്പാദങ്ങൾ വരുന്ന സമയത്ത് അവിടെ ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരു അമ്മയും മോളും കൂടി വരുന്നുണ്ട്. കാരണം വളരെ സങ്കടപ്പെട്ടാ വരുന്നത്. അവരുടെ കുടുംബത്തിൽ എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി നമ്മൾ ആരുടെ അടുക്ക ചെല്ലും? എവിടെ ചെല്ലും? പ്രശ്നക്കാരൻ്റെ അടുക്ക അല്ലേ? അപ്പൊ പ്രശ്നം വെച്ചിട്ട് ഒരു 4 ചാർത്തിലായിട്ട് കുറെ പൂജാവിധാനങ്ങളൊക്കെ ഇവർക്ക് എഴുതി കൊടുത്തു എന്നാണ്. അപ്പൊ ഇവർ ഈ പൂജ നടത്തി തന്നെ ക്ഷയിച്ച ഒരു തറവാടായിരുന്നു. അപ്പൊ തൃപ്പാദങ്ങൾ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, ഇതുപോലെയാണ്, ഞങ്ങൾക്ക് കുറെ പൂജകളൊക്കെ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ തന്നെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതൊന്ന് ഈ ക്രിയകളൊക്കെ ഒന്ന് അധികം ചെലവില്ലാതെ ഈ പൂജാവിധാനങ്ങളൊക്കെ ഒന്ന് നടത്തി കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അന്നത്തെ കാലത്ത് പറഞ്ഞു 1000 ഉറുപ്പിക വേണമെന്ന് മറുപടി പറയുകയുണ്ടായി. അപ്പൊ തൃപ്പാദങ്ങൾ ചോദിച്ചു, ഒരു കാര്യം ചെയ്യാം, നോം ഒരു ഹോമം ചെയ്യട്ടെ എന്ന് അവരോട് വെച്ചു. നോം ഒരു ഹോമം ചെയ്യട്ടെ. അവർ സന്തോഷമായി. കാരണം അവരുടെ വീടിന്റെ പ്രശ്നങ്ങൾ മാറണം, എങ്ങനെയാണെങ്കിലും പ്രശ്നങ്ങൾ മാറണം. പക്ഷെ സാമ്പത്തിക പരാധീനത ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ധനമൊന്നും ചെലവാക്കാൻ അവർക്കില്ല. ഭഗവാൻ ചെയ്തെന്താ? ഈ ചാർത്ത് ഇങ്ങനെ തലകുത്തനെ പിടിച്ചിട്ട് കത്തിച്ചു എന്നാണ് അല്ലേ? കത്തിച്ച് ഇതിങ്ങനെ കത്തി ഭഗവാന്റെ വിരലിന്റെ ഇടയ്ക്കൂടെ വരെയും അഗ്നി പ്രവേശിച്ച് അത് കത്തിത്തീരുന്നിടം വരെ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഭഗവാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതോടെ നിങ്ങളുടെ പ്രശ്നമെല്ലാം തീർന്നു. പിന്നീട് ആ കുടുംബം വളരെയധികം സമ്പദ് സമൃദ്ധമായിട്ട് തീർന്നു എന്നാണ്. അപ്പൊ എന്താ പറഞ്ഞു വന്ന? ഗുരുവിനെ സമാശ്രയിച്ചവരുടെ ഇടയ്ക്കിൽ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഗുരു എന്ന് പറയുന്ന മഹാഋഷിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു വലിയ സത്യം. ഗുരു അവധൂതനായി നടക്കുന്ന കാലത്ത് പോലും ഗുരുവിന് എത്രയോ കുടുംബങ്ങൾ അല്ലെ, എത്രയോ വീട്ടിൽ ഗുരു ചെല്ലുകയും ഗുരുവിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന മഹാഋഷിയെ കുറിച്ച് പഠിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞപ്പോൾ ഗുരുവിന്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾ അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഗുരുവിന്റെ ക്ഷേത്ര പ്രതിഷ്ഠകളെ കുറിച്ച് അറിഞ്ഞിരിക്കുകയും നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലത്തൊക്കെ പോവുകയും ചെയ്യണം. നിങ്ങൾ സാധാരണ ഏതെങ്കിലും ക്ഷേത്രപ്രതിഷ്ഠ ഗുരു നടത്തിയെടുത്ത് പോയിട്ടുണ്ടോ? ഈ ശാഖയിൽ നിന്നും എവിടെ പോയിട്ടുണ്ട്? കോലത്തുകര പോയിട്ടുണ്ടോ? പോയി. മണ്ണന്തല പോയിട്ടുണ്ടോ? മണ്ണന്തല, കുന്നംപാറ പോയി. പിന്നെ സാധാരണ ശിവഗിരി തീർത്ഥാടനത്തിന് കൂടെ പോകുന്ന ക്ഷേത്രങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഈ പേരുകളൊക്കെ ചോദിച്ചത് കേട്ടോ. കുന്നംപാറയിലെ സുബ്രഹ്മണ്യ ക്ഷേത്രം, അവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉള്ളത് പോലും അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും കന്യാകുമാരി പോയി ഉദയോ അസ്തമയോ ഒക്കെ കണ്ടിട്ട് കുന്നംപാറയിലെ മുരുകനെ കാണാതെ തിരിച്ചു പോരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് തൃപ്പാദങ്ങളുടെ ക്ഷേത്ര പ്രതിഷ്ഠകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്നും കൂടി അറിയുക. അപ്പോൾ തൃപ്പാദങ്ങൾ ക്ഷേത്ര പ്രതിഷ്ഠയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? എന്തൊക്കെ പഠിപ്പിച്ചു തന്നു? ക്ഷേത്ര പ്രതിഷ്ഠകൾ നല്ലതാണ്. എന്തിന് ഗുരു ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തിയെന്ന് ആദ്യം നമ്മൾ അറിയണം. എന്തിനു നടത്തി? കാരണം ഒരുവന്റെ മാനസികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് എവിടെ പോകണം? ക്ഷേത്രങ്ങൾ അത്യാവശ്യമാണ്. കാരണം അല്ലേ? ക്ഷേത്രങ്ങൾ വേണോ വേണ്ടയോ? ക്ഷേത്രങ്ങൾ വേണം. പക്ഷെ അത് ആദ്യ പടിയാണ്. ഒരു വിഗ്രഹത്തിൽ ആദ്യം ദേവനെ കാണാന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുക എന്നുള്ളതാണോ? അവിടുന്ന് നമ്മൾ ഉയർന്ന് വിഗ്രഹമില്ലെങ്കിലും ആരെ കാണാൻ പറ്റണം? ദേവനെയോ ദേവിയോ കാണാനുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തുക എന്നുള്ളൊരു വലിയ ലക്ഷ്യം ക്ഷേത്ര പ്രതിഷ്ഠകളിലൂടെ ഗുരു നടത്തി തന്നു. അത് തന്നെയല്ല, ഈ പല വിഷയങ്ങളിലേക്ക് പോകുന്ന മനസ്സിനെ ഒരു വിഗ്രഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടാകുന്ന പല വ്യതകളെയും മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ക്ഷേത്ര സങ്കല്പത്തിൽ ഗുരു എന്നിങ്ങനെ പറയുന്നത് നല്ല കാറ്റും വെളിച്ചവും ഒക്കെ ഉണ്ടാവണം, നല്ല തണൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്നൊരു ഒരുപാട് കാര്യങ്ങൾ ഗുരു പറഞ്ഞു. ഇനി ക്ഷേത്രങ്ങളല്ല വേണ്ടിയത്, എന്ത് വേണം? വിദ്യാലയങ്ങൾ വേണം. അപ്പൊ ഗുരുവിൻ്റെ ആ വചസ്സുകളെ അനുസരിച്ചുകൊണ്ട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളോടും അനുബന്ധിച്ച്
ഒരുപാട് വിദ്യാലയങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കറിയാം, ഈ പൂത്തോട്ട എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ LLB കോളേജ് വരെയും ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിൽ എന്തുവരെയുണ്ട്? LLB കോളേജ് BA ട്രെയിനിങ് സെൻറ്റർ വരെയുള്ള ഒരു സ്ഥലമാണ് പൂത്തോട്ട ശ്രീനാരായണ വല്ലഭ ക്ഷേത്രം. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവാം. അറിയാൻ വയ്യാത്തവരുടെ ശ്രദ്ധയിലേക്ക് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞല്ലോ, നമുക്ക് മാനസികമായിട്ടും പുരോഗതി ഉണ്ടാവണം, ശാരീരികമായിട്ട് പുരോഗതി ഉണ്ടാവണം. പിന്നെ ആ ക്ഷേത്രങ്ങളിൽ വന്നിരുന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന ചൊല്ലുമ്പോഴോ ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടും അല്ലേ? ഒരാൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും ഒരുപാട് പേര് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴോ അതുകൊണ്ട് ധാരാളം ഫലങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നല്ല വേനൽക്കാലം അല്ലേ? ആണല്ലോ. ഇവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടോ? ഇന്ന് മഴ പെയ്തല്ലേ? അപ്പം ഈ മഴ വന്നപ്പോൾ ശരിക്കും അരുവിപ്പുറത്ത് ഒരു കാര്യമൊക്കെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. കാരണം അരുവിപ്പുറത്ത് കടുത്ത വേനൽ അനുഭവപ്പെട്ടപ്പോൾ നാരായണ ഗുരുദേവന്റെ അടുക്കൽ ചെന്ന് സമീപവാസികൾ പറഞ്ഞു, ഭഗവാനെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, എന്താ എല്ലാവരും കുളിച്ച് വൃത്തിയായി ക്ഷേത്രത്തിൽ വരിക, നാം ഒരു പ്രാർത്ഥന എഴുതരാം, അതെല്ലാവരും കൂടി ചെല്ലാൻ പറഞ്ഞു അല്ലേ? അതേത് പ്രാർത്ഥനയായിരുന്നു? അയ്യോ ഈ വെയിൽ കൊണ്ട് വെന്തുരുകി വാടിയിടുന്നു നീ എന്നെയേ, കയ്യേകിടുവതിന് കാൺകിലൊരുവൻ കാരുണ്യവാനാരഹോ, പയ്യാർ നീ ജനമാഴിയിൽ പതിവതിൻ മുന്നേ പറന്നൂഴിയിൽ പെയ്യാറാകണമേ ഘനാംബു കൃപയാ ഗംഗാനദീ ധാമമേ. ആരോടാ ചോദിച്ച വെള്ളം? എൻ്റെ ശിവനെ, നിന്റെ തലയിൽ നീ എന്തും ചുമന്നുകൊണ്ട് നടക്കുക? ഒരു കുളവും ചുമന്നുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് ഈ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ ഇവിടെ ദാഹിച്ച് വലയുമ്പോൾ മൂട്ടിൽ തന്നെ ഇരുന്നിടുന്ന മുറയോ മൂൾ അർദ്ധനാരീശ്വര. കാരണം നിന്റെ തലയിൽ ആരിയ്ക്കുക? ആ ഗംഗാനദി തലയിൽ ഇരിക്കുകയാണ്. അവിടുന്ന് ഒരു ഇറ്റ് വെള്ളം ഇങ്ങോട്ട് ഭൂമിയിലേക്ക് ഒഴുക്കി വിട്ടാ പോരെ എന്ന് ചോദിക്കണമെങ്കിൽ അവിടെ ഭക്തനും ഭഗവാനും രണ്ടായിട്ടല്ല നിൽക്കുന്നത്. എങ്ങനെ നിൽക്കുകയാണ്? ഞാൻ തന്നെയാണ് നീ തന്നെയാണ് ഞാനെന്നുള്ള ഭാവത്തിൽ വരുമ്പോഴേ നമുക്ക് അങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ? ദാരിദ്ര്യം കെടുതായി ദഹിച്ചു തൃണവും ധാരുക്കളും ദൈവമേ നീരില്ലാതെ ഇവിടെ വലയുവാണ് എന്ന് പറഞ്ഞു. അപ്പൊ നീ ഇതൊക്കെ കണ്ടിട്ട് അവിടെ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത് ശരിയാണോ എന്ന് ഭഗവാനോട് ചോദിക്കണമെങ്കിൽ ഭഗവാൻ നമുക്ക് പേടിക്കാനുള്ള ഒരാളാണോ? ആണോ? അല്ല. അപ്പൊ ഭഗവാൻ നമ്മൾ ഭയപ്പെടേണ്ട ഒരാളല്ല. ആര്? ഭഗവാൻ. ഭഗവാൻ എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് എന്ന് വെളിപ്പെടുത്തി തരുന്ന ഗുരുവിൻ്റെ ഒരുപാട് കൃതികളുണ്ട് അല്ലേ? ഞാനും നീയും ഞെരുക്കക്കലരണമെന്ന് മുരുകനോട് പറയും. എങ്ങനെ? ഞാനും നീയും ഞെരുക്കക്കലരുവതിന് അരുൾ തന്മയാ നിന്നടിത്താർ തേനുൾ തൂകുന്ന മുത്തുക്കുടം അടിയനടക്കിടും അച്ചിക്കൊഴുന്തേ. ഞാനും നീ ഒന്ന് ഞെരുക്കക്കലരണം. ഭഗവാന് നമ്മുടെ ഇടയ്ക്ക് സ്പേസ് ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ രണ്ടും ഒന്നായിട്ട് തീരുന്ന. അപ്പൊ ക്ഷേത്രത്തിൽ പോയി തൊഴുതാൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഞാനും നീ ഒന്ന് ഞെരുക്കക്കലരുന്ന അവസ്ഥ ഉണ്ടാവണം. കാരണം നമ്മുടെ ഇടയിൽ ഇപ്പൊ ആരുണ്ട്? ഒരു മറയുണ്ടല്ലേ? ഭഗവാൻ കായംകുളം വാരണപ്പള്ളി തറവാട്ടില് കുമ്മംപിള്ളി രാമൻപിള്ളി ആശാന്റെ അടുക്കല് പഠിക്കുന്ന സംസ്കൃതത്തിൽ ഉപരിവിദ്യാഭ്യാസത്തിന് പോകുന്ന സമയത്ത് കുമ്മംപിള്ളി രാമൻപിള്ളി ആശാൻ എന്നും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി തൊഴുത് വന്നിട്ടേ വെള്ളം പോലും കുടിക്കാറുള്ളൂ. അങ്ങനെയുള്ള കുമ്മംപിള്ളി രാമൻപിള്ളി ആശാൻ ഒരു ദിവസം കാണുന്നത് എന്താണ്? തൻ്റെ ശിഷ്യനായ നാണു ഓടുന്നു, ചാടുന്നു അല്ലേ, മരത്തിൽ കെട്ടിപ്പിടിക്കുന്നു. അപ്പൊ കൂട്ടുകാർ പറഞ്ഞു, എന്താ ആശാനെ നാണുവിന് ഭ്രാന്താന്ന് പറഞ്ഞു. പക്ഷെ ആശാന് മനസ്സിലായി നാണു അങ്ങനെ ഭ്രാന്തൊന്നും കാണിക്കില്ല. അപ്പൊ ആശാൻ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ നാണുവേ നിനക്ക് എന്താ പറ്റിയത്? അപ്പൊ എന്താ പറഞ്ഞേ? ആശാനെ ഇപ്പം അങ്ങോട്ട് ഓടിപ്പോയതേ ഉള്ളൂ കേട്ടോ. ആര്? ആ ശ്രീകൃഷ്ണനെ. ഇത്ര നേരം ഞാൻ ആരുടെ കൂടെ കളിച്ചോണ്ടിരുന്നേ? ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെയാണ്
കളിച്ചോണ്ടിരുന്നത്. ആശാൻ ഇങ്ങനെ വായും പൊളിച്ചിരുന്നു പോയിന്നാ. കാരണം വർഷങ്ങളായിട്ട് ആരെ ഉപാസിച്ചോണ്ടിരിക്കുക? കൃഷ്ണനെ ഉപാസിച്ചിട്ട് കൃഷ്ണൻ ഒരു സ്വപ്നത്തിൽ പോലും ആരെ കാണിച്ചു കൊടുത്തിട്ടില്ല. ഒരു സ്വപ്നത്തിൽ പോലും കൃഷ്ണനൊന്നും വന്നില്ല കേട്ടോ. പക്ഷെ ഇവിടെ ആർക്ക് കിട്ടി? തൻ്റെ ചെറിയ നാണുവിന് കൃഷ്ണനെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ആശാൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ നാണുവേ അതെങ്ങനായിരുന്നു ആ കൃഷ്ണൻ വന്നപ്പോഴേ നീ എന്നോട് ഒന്ന് പറഞ്ഞതാ. അപ്പൊ അവിടെ നിന്ന് ആദ്യമായിട്ട് ഭഗവാൻ ചൊല്ലിയതാണ് ഭൂയോ വൃത്തി നിവൃത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനി ചുഴലമായി ശോഭിച്ചു ദീപപ്രഭ മായാമൂടുപടം തുറന്ന്. ബാക്കി മണിരംഗത്തിൽ പ്രകാശിക്കും കായാവിൻ മലർമേനി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം. അപ്പൊ എന്താ പറഞ്ഞേ? മായാമൂടുപടം തുറന്നപ്പോഴേ ആരെ കാണാൻ പറ്റിയുള്ളൂ? ഭഗവാനെ കാണാനായിട്ട് പറ്റിയുള്ളൂ. മായാമൂടുപടം തുറന്നപ്പോൾ ആരെ കണ്ടു? മണിഗ്രീവന്റെ ദിവ്യ ഉത്സവം എന്നാ പറയുന്നത് അല്ലേ? ഇപ്പൊ ഇവിടെ ഉത്സവം നടക്കുമല്ലേ? ഉത്സവമാണോ? ഉത്സവമല്ലേ? എന്താ ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ? ഉത്സവം എന്ന് പറഞ്ഞാൽ മേലോട്ടുള്ള ഒഴുക്കെന്നാ ശരിക്കും ആ വാക്കിന്റെ അർത്ഥം. ഉത്തെന്ന് പറഞ്ഞാൽ മുകളിലേക്ക്, സവം അപ്പം ശരിക്കും ഒഴുകുന്നത് എവിടുന്നാ? മുകളിൽ നിന്നാണോ താഴെ നിന്നാണോ? ആദ്യം അതിന്റെ ബീജാഭാവം എവിടെ നടക്കണം? നമ്മൾ മഴ പെയ്യണമെങ്കിൽ ആദ്യം വെള്ളം ചൂടായി എങ്ങോട്ട് പോകണം? മുകളിലേക്ക് പോയി നീരാവിയായിട്ട് പിന്നീട് മഴയായിട്ട് താഴോട്ട് വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശരീരമാണ് ശരിക്കും ക്ഷേത്രം. അപ്പൊ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ 72,000 നാഡീ ഞരമ്പുകളെ നനച്ചുകൊണ്ടൊരു പ്രാണധാര എവിടെ ചെല്ലുന്നു? മുകളിൽ ചെല്ലുന്നു. അവിടെ വെച്ച് ഒരു ശീതളിമയൊക്കെ അനുഭവപ്പെട്ട് ഈ പ്രാണധാര താഴേക്ക് ഒഴുകുന്നു. ഇതേ ഒരു അനുഭവം നമുക്ക് ഉണ്ടാവണമെന്നാ കേട്ടോ. നമുക്ക് ഉണ്ടാവുന്നോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ശരിക്കും ഉത്സവം പോലെ തന്നെ ശരീരമാണല്ലോ, നമ്മുടെ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ആണല്ലോ, ശരീരമാണ് ക്ഷേത്രം. അപ്പൊ ശരീരം ക്ഷേത്രമാണെങ്കിൽ ഉത്സവം ക്ഷേത്രത്തിൽ നടത്തുമ്പോൾ ആ ഒരു ചൈതന്യം എവിടെയും കിട്ടണം, നമ്മുടെ ശരീരത്തിനും കിട്ടണം. അപ്പൊ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? സ്വസ്ഥമായിട്ട് സുഖമായിട്ടിരുന്ന്, നിങ്ങളിവിടെ ഈ നവാഹമൊക്കെ നടക്കുമ്പോഴേ ഇവിടെ ഭജൻസ് ഒക്കെ നടക്കത്തില്ലേ? ഈ ഭജൻസ് ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ ശരിക്കും തുള്ളുവല്ലേ? തുള്ളാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? തുള്ളണമെന്ന് ആഗ്രഹമില്ലേ? പിന്നെ എന്നിട്ട് എന്താ തുള്ളാത്ത തന്നെ? എന്താണെന്നറിയാവോ? അവിടെ ഞാൻ ഒരു ഈഗോ വരും. എന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ഓർത്തിട്ടാണ് നിങ്ങൾ. അല്ലെങ്കിൽ മാടുമേക്കും കണ്ണേ നീ പോകവേ ഞാൻ സ്വന്തേ എന്നൊക്കെ പറയുമ്പോൾ തുള്ളാൻ തോന്നത്തില്ലേ? കാച്ചിന പാല് തരാം. ഇന്നലെ തിരുനക്കര അമ്പലത്തിൽ പോകുമ്പോഴേക്കും അവിടെ ഉത്സവം നടക്കും കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമാണ്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഈ കുട്ടികൾ നിന്നിട്ട് ഈ പാട്ടൊക്കെ പാടുമ്പോൾ എല്ലാവർക്കും തുള്ളണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ എങ്ങോട്ടാണ് നോക്കുന്നത്? എങ്ങോട്ട് നോക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അല്ലേ? അപ്പോൾ തുള്ളാൻ പറ്റാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാനെന്നുള്ള ഒരു സംഭവം അവിടെ വരുന്നതുകൊണ്ടാണ് നമ്മൾ തുള്ളാത്തത്. അപ്പം ആദ്യം ആരെ എടുത്ത് മാറ്റണം? ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമാന്ന് പറയാം. ഞാനെന്ന ഭാവം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ എല്ലാ ഉള്ളിൽ എന്തിനുള്ള ഒരു ആഗ്രഹമുണ്ട്? തുള്ളാനുള്ളൊരു വെമ്പല് എന്ന് വെച്ചാൽ സന്തോഷിക്കാൻ. നമ്മുടെ സഹജമായ ഭാവം എന്ന് പറയുന്ന ആനന്ദ. അതെങ്ങനെ നമുക്ക് മനസ്സിലാവും? ഞാൻ ആനന്ദ സ്വരൂപിയാണ് എന്ന് എപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് ഉറങ്ങുമ്പോഴാണ് കേട്ടോ. കാരണം ഉറക്കത്തിൽ ആർക്കെങ്കിലും വല്ല ടെൻഷനും ഉണ്ടോ? ഇല്ലല്ലോ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉറങ്ങി ബോറടിച്ചു എന്ന്? പറയാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഉറക്കത്തിൽ അനുഭവിക്കുന്ന ആനന്ദം പിന്നീട് നമുക്ക് ജീവിതത്തിൽ ഇത് എവിടുന്നാ കിട്ടിയതെന്നാണ് ഓരോ ദിവസവും അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഈ ഒരു സുഖം ഞാൻ എവിടുന്നാണ് കിട്ടിയത്? അപ്പൊ നമ്മൾ പല വസ്തുക്കളിലും എന്തന്വേഷിക്കാൻ തുടങ്ങും? സുഖം അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോൾ ഗുരു മുന്നറിയിപ്പ് തരും. അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിലൊന്നായി വീണു
വലയും എന്നാശയം ഗതി പേറും നാദഭൂമിയിൽ അമർന്നാവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി കലർന്നാറിടുന്നു ജനനീ. ഇത്രയും മനോഹരമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിട്ട് നമുക്കിതൊന്നും വേണോ? വേണം എന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ടല്ലേ. പക്ഷെ എന്താ പറ്റുന്നത്? പറഞ്ഞതുപോലെ തന്നെ ഒരു മായാമറ വന്നിട്ട് മൂടിയിരിക്കുകയാണ്. അപ്പൊ ഗുരു അതിന് പറയുകയാണ്, മായാ മൂടുപടം തുറന്ന്. ഭഗവാന്റെ ഉള്ളിലെ മായയുടെ മൂടുപടം മാറിയപ്പോഴാണ് ആരെ കാണാൻ സാധിച്ചത്? ഭഗവാനെ കാണാൻ സാധിക്കുന്നത്. എങ്കില് നമ്മുടെയൊക്കെ ഉള്ളിലെ മായയുടെ മറ എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് ചിന്തിക്കണം അല്ലേ. അപ്പൊ ഈ മായാമറ മാറ്റാനുള്ള ഏറ്റവും നല്ല ആദ്യത്തെ ഒരു സോപാനം എന്ന് പറയുന്നത്, കുറെ പടികളുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു പടി എന്ന് പറയുന്നത് നാമജപമാണ്. അപ്പൊ നാമജപത്തിലൂടെ എന്ത് പറ്റും? നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ക്ഷേത്രത്തില് അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠയൊക്കെ നടത്തുന്ന സമയത്ത് അവിടെ എന്ത് മന്ത്രം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്? ഗുരു പറയുന്നുണ്ട് നമഃശിവായ എന്നുള്ള മന്ത്രം ജപിക്കാൻ പറയുന്നുണ്ട് അല്ലേ. കാരണം ഈ മന്ത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ മനനാത് ത്രായതേ ഇത് മന്ത്രം. മനനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നതാണ് മന്ത്രം എന്ന് പറയും അല്ലേ. ഇപ്പൊ ഇവിടെ നവാഹയജ്ഞത്തോടൊക്കെ അനുബന്ധിച്ച് ലളിതാ സഹസ്രനാമ പാരായണമൊക്കെ ഉണ്ടായിരിക്കും. ഉണ്ടോ? ആരാ ചൊല്ലുന്നേ? ആചാര്യൻ ചൊല്ലുവോ അതോ നിങ്ങളിരുന്ന് ചൊല്ലുവോ? ആചാര്യൻ ചൊല്ലിയാൽ മാത്രം പോരാ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അമ്മയെ. കാരണം നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ ശ്രദ്ധിച്ചു കാണും, നമ്മുടെ കോട്ടയം ആലീസ് എന്ന് പറയുന്ന ഒരു ഗായിക പറഞ്ഞത് നമുക്കെല്ലാം സ്വീകരിക്കാവുന്ന, ആര് നല്ലതിനെ പറഞ്ഞാലും അതിനെ നമ്മൾ സ്വീകരിക്കണം കേട്ടോ. ആ കോട്ടയം ആലീസ് എന്ന് പറയുന്ന ഗായിക പറഞ്ഞൊരു കാര്യമുണ്ട്, ലളിതാ സഹസ്രനാമം 20-25 മിനിറ്റ് ആരാണോ കൃത്യമായിട്ട് ചൊല്ലുന്നത് അവർക്ക് ഒരു ഹാർട്ട് പ്രോബ്ലവും സത്യവാ. ഇനി ലളിതാ സഹസ്രനാമം ചൊല്ലണ്ട, നിങ്ങൾ കാളി നാടകം ഒന്ന് ചൊല്ലുന്ന നോക്കേ. സമസ്ത പ്രപഞ്ചം സൃജിച്ചും ഭരിച്ചും മുദാസം ഹരിച്ചും രസിച്ചും രമിച്ചും കളിച്ചും പുളച്ചും മഹാഘോരഘോരം വിളിച്ചും മമാനന്ദ ദേശേ വസിച്ചും. എന്ത് മനസ്സിലായി? നല്ല പോലെ പ്രാണനെ ഉപയോഗപ്പെടുത്തണം അല്ലേ ഇതൊക്കെ പറയണമെങ്കിൽ. അതിന് നമ്മൾ എളുപ്പവഴി ക്രിയ ചെയ്തിട്ട് എന്ത് പാടുന്നത്? കൊണ്ടുവാ തങ്കമയിലേ വേലപ്പനെ കൊണ്ടുവാ തങ്കമയിലേ, കണ്ടെന്നു കൈതൊഴാനായി വേലപ്പനെ കൊണ്ടുവാ തങ്കമയിലേ. പെട്ടെന്ന് ഇന്ന് തങ്കമയിൽ വരും അല്ലേ. അതേസമയം ഓം 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 ഹോമധൂമ പ്രകട തട ജടാകോടി ഭോഗി പ്രപൂരം, ഇതൊന്ന് പറയണമെങ്കിലോ ഇത്തിരി പ്രയാസ അല്ലേ. അപ്പൊ പ്രയാസപ്പെടാതൊന്നും എനിക്ക് ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും വേണം, ഇരിക്കുന്നത് പോകാനും പറ്റില്ല. നമ്മൾ അങ്ങനെ നടന്നാൽ പറ്റില്ല. ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മ തൊട്ട് എന്ന് വെച്ചാൽ എനിക്ക് വേണമെന്ന് കരുതി ഞാൻ പുറപ്പെട്ടത് കേട്ടോ. പക്ഷെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന സാധനമൊന്നും അല്ല എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന ലളിതാ സഹസ്രനാമം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്ധ്യത ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ ഭാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപിക്ഷു ഗോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. ഇങ്ങനെ ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാല് ആർക്കാ അതിന്റെ ഗുണം? നമുക്ക്. അപ്പം നാരായണ ഗുരുദേവന്റെ ലളിതാ സഹസ്രനാമമാണ് ഏത്? കാളി നാടകം എന്ന് പറയാം. കാരണം അതേപോലെ ബ്രീത്ത് എക്സർസൈസ് ചെയ്യുന്ന ഒരു കൃതിയാണ് കാളി നാടകം. അപ്പം നിങ്ങൾ കുറച്ച് ദിവസം ഈ ഹാർട്ടിനൊക്കെ പ്രോബ്ലം ഉള്ളവരുണ്ടല്ലോ, എന്ത് ചെയ്യണം? ഹാർട്ടിന് പ്രോബ്ലം എന്നല്ല, വരാതിരിക്കാനും നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ അമൃതകുംഭം എന്ന് വെറുതെ ഒന്നും ഗുരുദേവ കൃതികളെ പറഞ്ഞല്ല കേട്ടോ, അമൃത് തന്നെയാണ്. കാരണം നല്ല പോലെ ശ്വാസോച്ഛ്വാസം കൺട്രോൾ ചെയ്യല്ല. കുഴപ്പം എന്താണെന്നറിയാവോ? നമ്മൾ അവസാനം കിടന്നൊരു വലിക്കും അല്ലേ. എപ്പോഴാ? അറിയാവല്ലോ. അപ്പൊ അങ്ങനെ വലിക്കാതിരിക്കണമെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് ഈ ജീവനെ അയച്ച സമയത്ത് തന്നെ ഒരു ജീവൻ ഇത്ര ശ്വാസം എടുക്കണമെന്നുള്ളൊരു കണക്കൊക്കെ ഉണ്ട് കേട്ടോ. അത്ര എടുത്തിട്ട് ഇവിടുന്ന് നമ്മളെ
പറഞ്ഞു വിടുകയുള്ളൂ. അത് നല്ല ഓർമ്മ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ എടുക്കാത്തത് കൊണ്ടാണ് അവസാനം കിടന്ന് നമ്മൾ വലിക്കേണ്ട വരുന്നത്. അങ്ങനെ വലിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ഒന്നും വേണ്ട. കാളി നാടകവും ഭദ്രകാളി അഷ്ടകവും ബാഹുലായ അഷ്ടകവും ഒക്കെ ഒരു ഔഷധം പോലെ നിങ്ങൾ സേവിച്ചു കഴിഞ്ഞാൽ ആർക്കാ അതിൻ്റെ ഗുണം? നമുക്ക് ഓരോരുത്തർക്കും തന്നെയാണ്, നമ്മുടെ ശരീരത്തിന്. അതുപോലെ മാനസികമായിട്ടുള്ള പല വ്യതകളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? അപ്പം ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവും ഇല്ല. അപ്പം നമ്മൾ എന്ത് ഭാവന ചെയ്യണം? ആ ഭഗവാന്റെ സ്വരൂപത്തെ. നാരായണ ഗുരുദേവൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കൃഷ്ണന്റെ മുന്നിലോട്ട് വന്നപ്പോ ഉണ്ടല്ലോ, ആശാനം എങ്ങനായിരുന്നു? ശ്രീവാസുദേവ സരസേരുഹ പാഞ്ചജന്യ കൗമോദകി ഭയ നിവാരണ ചക്രപാണേ ശ്രീവത്സ വത്സ സകലാമയ മൂലനാശിൻ ശ്രീഭൂപദേ ഹര ഹരേ സകലാമയമ്മേ. നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ, നമുക്ക് ദുഃഖങ്ങൾ വരുമ്പോൾ ഒക്കെ എന്താ ചെയ്യേണ്ടെന്നറിയാവോ? ദുഃഖങ്ങളെ കുറിച്ച് ഓർത്തല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. എന്ത് ചിന്തിക്കണം? ഭഗവാന്റെ നല്ല സ്വരൂപത്തെ എങ്ങനെ കാണാമെന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രൂപത്തെ ചിന്തിച്ചിട്ട് നമ്മൾ ഭാവന ചെയ്യണം. ഭഗവാൻ എൻ്റെ ഓരോ നാഡീഞരമ്പിലും ഭഗവാൻ ഔഷധം ആയിട്ട് വർത്തിക്കുന്നതായിട്ട് ആര് ഭാവന ചെയ്യണം? അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? നിസ്സാര ഒരു കാര്യം പറയാം. ഇപ്പൊ നിങ്ങളോട് ചോദിക്കാം, എന്നാ ഉണ്ട് വിശേഷം? എന്നാ പറയും? ഒന്നുമില്ലെന്നൊന്ന് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു അല്ലേ? ഇങ്ങനെയൊക്കെ അങ്ങ് പോകുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആര് ചോദിച്ചാലും എന്ത് പറഞ്ഞോണം? സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് പറയാനാണ് ആദ്യമായിട്ട് പഠിക്കേണ്ടത്. എങ്ങനെ ഇരിക്കുന്നു? ഞാൻ സുഖമായിട്ട്. ഈ ദുഃഖമെന്ന് പറഞ്ഞിട്ട് വല്ലവർക്കും അത് കുറയ്ക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? അവിടെ ദുഃഖമൊക്കെ ആരോട് പറഞ്ഞോണം? ഭഗവാനോട് പറഞ്ഞോണം. പറയാറുണ്ട്, ഒരു ഗുരുദേവ ക്ഷേത്രവും ഒരു ശിവക്ഷേത്രവും ഉള്ളിടത്ത് എന്നും ഉച്ചയ്ക്ക് ഒരു 12 മണി കഴിയുമ്പോഴേക്കും ഒരു ഗോപാലൻ അപ്പൂപ്പൻ വരുന്നൊരു കഥ പറയും. എന്ന് വെച്ചാൽ ഗോപാലൻ അപ്പൂപ്പൻ വന്നിട്ട് ഗുരുമന്ദിരത്തിലേക്ക് നോക്കി ഭഗവാനോട് എന്നും കഥ പറയുമെന്നാ. അപ്പൊ സെക്യൂരിറ്റിക്കാരനൊരു സംശയം, എന്നും ഗോപാലൻ വന്ന് എന്താണ് ഈ ഗുരുവിനോട് പറയുന്നത്? അപ്പൊ ഒരു ദിവസം ചോദിച്ചു, എന്താ ഗോപാലൻ, എന്താ ഗുരുവിനോട് വന്ന് നീ പറയുന്നത്? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് വേറൊന്നും പറയാനില്ല, ഞാൻ പറയും നാരായണ ഗുരുവേ ഗോപാലൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയാറുണ്ട്, അത്രേ ഉള്ളെന്ന് പറഞ്ഞു. അതിന് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന് എന്തോ അസുഖമൊക്കെ ആയിട്ട് ഇദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റായി. അപ്പൊ ഇദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിനു ശേഷം അവിടെയുള്ള മറ്റു രോഗികൾക്കും കിടപ്പുകാർക്കൊക്കെ വളരെ സന്തോഷമായി എന്നാ. കാരണം എന്താ? ചിലരെ കണ്ടാൽ തന്നെ നമുക്ക് സന്തോഷം തോന്നും അല്ലേ? ചിലർ വരുന്ന കാണുമ്പോളെ അയ്യോ വരുന്നുണ്ട് എന്ന് പറയില്ലേ? അപ്പൊ നമ്മളെ കാണുമ്പോൾ വരുന്നുണ്ട് എന്ന് പറയണോ അതോ സന്തോഷം തോന്നണമെന്ന് ആര് തീരുമാനിക്കണം? നമ്മൾ തീരുമാനിക്കണം. അപ്പം ഗോപാലൻ അപ്പൂപ്പൻ ചെന്നപ്പോ മുതല് അവിടെയുള്ളവരോടൊക്കെ ആരുടെ കഥയാ പറയുന്നേ? ഭഗവത് കഥകളാ പറയുന്നേ. അപ്പൊ നേഴ്സ് വന്നിട്ട് ചോദിച്ചു അത്രേ, ഗോപാലൻ എന്താ ഇത്ര സന്തോഷമെന്ന് ചോദിച്ചു. പറഞ്ഞു, വേറൊന്നും അല്ല, എന്നും ഉച്ചയാകുമ്പോ എന്നെ കാണാൻ ഒരു വിസിറ്റർ ഇവിടെ വരും. നേഴ്സ് പറഞ്ഞിട്ട്, ഞങ്ങൾ ആരും ആ വിസിറ്ററെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ പറയുന്നുണ്ട്, ആ വിസിറ്ററെ നിങ്ങൾക്കാർക്കും കാണാൻ പറ്റില്ല, എന്നോട് വന്നിട്ട് പറയും ഗോപാല നാരായണ ഗുരു വന്നിട്ടുണ്ട് എന്ന് എന്നോട് പറയാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഏത് രീതിയിലാണോ ഭഗവാനെ ഭാവന ചെയ്യുന്നത്, ഭഗവാനെ ആണെങ്കിലും ഭഗവതിയെ ആണെങ്കിലും ഏത് രീതിയിൽ ഭാവന ചെയ്യുന്നോ അതേ രൂപത്തിൽ ആര് വരും? ഭഗവാൻ നമ്മുടെ മുന്നിൽ വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഭാർഗവൻ വൈദ്യന്റെ മുന്നിൽ ചെന്നില്ലേ? ഭാർഗവൻ വൈദ്യൻ എന്ന് പറയുന്ന ഭാർഗവൻ എന്ന് പറയുന്ന 8 വയസ്സുകാരന് ഭഗവാൻ കൊടുത്ത ആ ഒരു ശ്രേയസ്സും പ്രേയസ്സും ഒക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോ ശിഷ്യ സത്തമന്മാർക്കും എന്താണോ വേണ്ടിയിരുന്നത് അതൊക്കെ ഭഗവാൻ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഭാർഗവന് കൊടുത്ത സ്നേഹമല്ല കുമാരനാശാന് കൊടുത്തത്, കുമാരനാശാന് കൊടുത്ത സ്നേഹമല്ലായിരുന്നു ശിവലിംഗദാസ സ്വാമികളോട് കാണിച്ചത്. കാരണം ഓരോ ശിഷ്യ സത്തമന്മാരെയും ആർക്കറിയായിരുന്നു? അതുകൊണ്ടാണ് കുമാരനാശാൻ പറഞ്ഞത്, മാതാവെ പോൽ മനസ്സിൽ കരുണ
ജനകനെ പോലവേ ക്ഷേമചിന്താ ഭ്രാതാവെ പോലെ എന്തും നിധി ഹൃതി സഹജ സ്നേഹവും മോദമെന്നേ വേദത്തെ പോലെയോതുന്നറിവ് നൃപതിയെ പോലെ പാലിച്ചിടുന്നിതേതല്ലോർത്താൽ എനിക്കൻ ഗുരുപദം അതിനെ. ഇവിടെ ഒരു ഗുരുപദംകാരിപ്പുണ്ട് കേട്ടോ. ഗുരുപദം അതിനെ സന്തതം ഞാൻ തൊഴുന്നതെന്നാ. സത്യം പറഞ്ഞാൽ ഇവരെ തൊഴണം. കാരണം നാരായണ ഗുരുവിന്റെ ദർശനത്തിൽ നിന്ന് ലോകം മുഴുവൻ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അനീഷിനെ അമ്പിളിയെയും ഒരിക്കലും ഈ രണ്ടുപേരുടെ പേര് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളൊക്കെ ഇങ്ങനെ ഘോരഘോരം പ്രഭാഷണം നടത്തുന്നുണ്ടെങ്കിലും ഞങ്ങളെയൊക്കെ ആൾക്കാർ തിരിച്ചറിയുന്നത് എങ്ങനെയാ? എപ്പോൾ ശിവഗിരി ചെന്നാലും പറയും ആ ഗുരുപദത്തിൽ വന്ന ആ പ്രഭാഷണം ചെയ്ത ആളല്ലേ. അപ്പൊ സത്യം പറഞ്ഞാല് ആ ഇവര് ചെയ്യുന്ന വലിയൊരു സത്കർമ്മമാണല്ലോ. എത്രയോ പേരിലേക്കാണ് ഗുരുവിന്റെ ദർശനത്തെ, ഗുരുവിന്റെ കൃതികളെ ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. അതാണ് ഓരോരുത്തരും ഓരോ രീതിയിലും ഗുരുവിന് വേണ്ടി ജോലി ചെയ്യാണ്. അതുകൊണ്ട് ഗുരുപദം അതിനെ സന്തതം ഞാൻ തൊഴുന്നേന്ന് കുമാരനാശാൻ വെറുതെ പറഞ്ഞല്ല. മാതാവെ പോൽ മനസ്സിൽ കരുണ. ഒരു അമ്മ എങ്ങനെയായിരുന്നു ഒരു കുട്ടിയെ സ്നേഹിച്ചിരുന്നത്, അതുപോലെയായിരുന്നു ഗുരു എന്നാ പറഞ്ഞ്. പിന്നെയോ ഒരു ജനകൻ, അച്ഛൻ എങ്ങനെയായിരുന്നു ക്ഷേമകാര്യങ്ങളിൽ തൽപരനായിട്ടിരുന്നത്, അതുപോലെയായിരുന്നു നാരായണ ഗുരുദേവൻ. ഭ്രാതാവെ പോലെ എന്തുന്നിതി ഹൃതി സഹജ സ്നേഹവും. ഒരു സഹജമായ സഹോദര സ്നേഹത്തോടു കൂടി എങ്ങനെയാണ് ഒരു ജ്യേഷ്ഠ സഹോദരൻ സ്നേഹിച്ചിരുന്നത്, അതുപോലെയായിരുന്നു നാരായണ ഗുരുദേവൻ എന്ന് പറയുക. എന്നിട്ടോ നൃപതിയെ പോലെ പാലിച്ചു. രാജാവ് എങ്ങനെയാണ് ഒരു രാജ്യത്തിലെ പ്രജകളുടെ ക്ഷേമം അറിഞ്ഞ് അവർക്ക് എന്താണ് ആവശ്യമെന്ന് അറിഞ്ഞ് കൊടുത്തത്, അതുപോലെയായിരുന്നു നാരായണ ഗുരുദേവൻ എന്ന് പറയുക. പിന്നെ അടുത്ത വരി നമ്മൾ എത്ര പറഞ്ഞാലും എത്ര പ്രഭാഷണം നടത്തിയാലും തീരുന്ന ഒരു വിഷയമല്ല. വേദത്തെ പോലെ ഓതുന്ന അറിവ്. കാരണം ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന നിങ്ങളുടെയൊക്കെ കയ്യിലുണ്ടാവുമോ? എത്ര പേരുടെ കയ്യിലുണ്ട്? അതറിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. ശ്രീനാരായണ ധർമ്മം എത്ര പേരുടെ കയ്യിലുണ്ടെന്ന് കൈ ഉയർത്തിക്കേ. എത്ര പേര് വായിക്കാറുണ്ട്? ആ ധർമ്മത്തെക്കുറിച്ച് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. കാരണം 100 വർഷമാകുവാണ് നാരായണ ഗുരുദേവൻ ഇത് ലോകത്തിന് ഉപദേശിച്ചിട്ട്. 100 വർഷമാകാൻ പോവുകയാണ്. അങ്ങനെയുള്ള ആ ശ്രീനാരായണ ധർമ്മം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നാരായണ ഗുരുദേവൻ നല്ലൊരു ഡോക്ടറാണ്. നാരായണ ഗുരുദേവൻ നല്ലൊരു വിദ്യാഭ്യാസ വിചക്ഷണനാണ്, നല്ലൊരു സയന്റിസ്റ്റാണ്. അങ്ങനെ ഏതൊക്കെ പേരുകൾ കൊടുക്കാവോ അതെല്ലാം നമുക്ക് എവിടെ കൊടുക്കേണ്ടി വരും? ചില ഉപനിഷത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന ആ അറിവിനെ ഏറ്റവും ലഘുവായി നമ്മളെ പോലെയുള്ള സാധാരണക്കാരിലേക്ക് തന്ന ഈ ഋഷിയെ നമ്മൾ നമിച്ചു പോകും അല്ലെ. ഉപനിഷത്തൊന്നും നമുക്ക് പ്രാപ്തമായിരുന്നില്ല. നമ്മൾ ആരും വേദ ഉപനിഷത്തും ഒന്നും പഠിക്കാവുന്ന കാലത്ത് നാരായണ ഗുരുദേവൻ പറയാണ്, ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഭണി നാരായിടുന്നു, കുടവും പാറായിടുന്നു, അതിന് നേരായിടുന്നുലകമോരാകിലുണ്ടകിലവും വേരായ നിൻകഴലിൽ ആരാധനം തരണം, ആരാൽ ഇതിനൊരു വരം നേരായി വന്നിടുക, വേറെ ആരുമില്ല ഗതി ഹേ രാജയോഗ ജനനേ. എന്ന് വെച്ചാല് നമ്മളെപ്പോഴും പറയും ഉപനിഷത്തിലെ മഹാവാക്യം കേട്ടോ തത്വമസി എന്ന് പറയാറുണ്ട്. പക്ഷെ ഈ തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീ തന്നെയാകുന്നു എന്ന് നിനക്ക് എങ്ങനെ നിന്റെ ജീവിതത്തിലേക്ക് മനസ്സിലാക്കാന്ന് ഗുരു പറഞ്ഞു തരുവാണ്. ആരായുകിൽ നിങ്ങളൊരു കടൽ തീരത്തി എന്നിട്ടേ അവിടെ തിരമാലകളെന്ന് നമ്മൾ പറയില്ലേ. കടലിലെ വെള്ളത്തിന് എന്തു പറയും? ആ വെള്ളം തന്നെ ഗ്ലാസ്സിലെടുത്ത് വെച്ച് നമ്മൾ തിരമാല എന്ന് പറയുമോ? ഇല്ല. അപ്പൊ കടലിൽ ആ വെള്ളം ഒരു പ്രത്യേക വേവ് ലെങ്തിൽ അടിക്കുമ്പോൾ നമ്മളതിനെ തിരമാല എന്ന് പറയും. അപ്പൊ ആരായുകിൽ അന്വേഷിച്ച് എന്നപ്പോ എനിക്ക് മനസ്സിലാക്കി തിരകളൊക്കെ എന്തായിരുന്നു? വെറും വെള്ളമായിരുന്നു ആണല്ലോ. ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഭണി നാരായിടുന്നു. നല്ല ഇരുട്ടുള്ള ഒരു രാത്രിയിലേ ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ കാലിലൊരു കയറ് കഷ്ണം. അപ്പോൾ ഞാൻ ഉടനെ കാറിക്കൊണ്ട് ഓടി. ആരാന്ന് പറഞ്ഞിട്ട് അയ്യോ പാമ്പ് എന്ന് പറഞ്ഞില്ലേ. പക്ഷെ വെളിച്ചം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് വെറും ഒരു കയറ് തുണ്ടായിരുന്നു എന്ന് മനസ്സിലായി. എപ്പോഴാണ് മനസ്സിലായത്?
വെളിച്ചം വന്നപ്പോൾ, അപ്പൊ ഈ വെളിച്ചം തരുന്ന ആളാണ് ആര്? ഗുരു എന്ന് പറഞ്ഞാൽ. അപ്പൊ ആരായികൾ തിരകൾ നീരായിടുന്നു, ഭണി നാരായിടുന്നു, കുടവും പാരായിടുന്നു. ഒരു മൺകുടം പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താ വരുന്നത്? മണ്ണ്. ആ മണ്ണ് കൊണ്ട് വേറെ രൂപങ്ങൾ ഉണ്ടാക്കരുതോ? ഒരു കുശവനെ കുലാലതണ്ട്, അഗ്നി, വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതറിയാവുന്ന ആൾക്കത് വേറെ രൂപത്തിലാക്കി മാറ്റാം. പക്ഷെ അതിൻ്റെ യഥാർത്ഥ സത്ത എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? മണ്ണ് തന്നെ. ഇങ്ങനെ നിരവധി നിരവധി ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം എന്താ പറയുന്നത്? എന്ത് പറയുന്നത്? നീ തന്നെ ആകുന്നു. കാരണം ഇത് ഉപനിഷത്ത് വാക്യാണ്. തത്വമസി. ഉദ്ദാലകനും ശ്വേതകേതു എന്നും പറയുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും രൂപത്തിൽ പറയുന്ന ഒരു കഥയാണ്. ചില ഉദ്ദാലകൻ തൻ്റെ പുത്രനായ ശ്വേതകേതുവിനെ 12 വർഷത്തെ വിദ്യാഭ്യാസത്തിനായിട്ട്, ഗുരുകുല വിദ്യാഭ്യാസത്തിനായിട്ട് വിടുന്നുണ്ട്. 12 വർഷം കഴിഞ്ഞ് ഇവൻ വരുന്ന ഒരു വരവുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് ഇപ്പം നമുക്കറിയാമല്ലോ. എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളൊക്കെ ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വരുന്ന വരവ്. ഞാൻ എല്ലാം പഠിച്ചു എന്നുള്ള ഒരു അഹങ്കാരത്തിലാണ് വരുന്നത്. ആ വരുന്ന വരവില് ഉദ്ദാലക മഹർഷി ശ്വേതകേതുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാതൊന്നിനെ കുറിച്ച് അറിഞ്ഞാൽ അറിയാത്തതെല്ലാം അറിഞ്ഞതായി തീരുമോ? അതിനെക്കുറിച്ച് വല്ലതും നീ അറിഞ്ഞുവോ? വല്ലതും പിടികിട്ടിയോ? ശ്വേതകേതു പറഞ്ഞു, ഞാൻ അത് പഠിപ്പിച്ചപ്പോൾ ഞാൻ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. നമ്മളും പറയത്തില്ല, അത് പഠിപ്പിച്ചപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. കാരണം യാതൊന്നിനെ കുറിച്ച് അറിഞ്ഞാൽ അറിയാത്തതെല്ലാം അറിഞ്ഞതായി തീരുമോ? അതിനെക്കുറിച്ച് വല്ലതും നീ അറിഞ്ഞുവോ? അപ്പൊ നമുക്കിവിടെ അറിയേണ്ടത് ഒറ്റൊരു കാര്യമുള്ളൂ. എന്താണ്? ഈശ്വരൻ, അറിവ്. അതാണല്ലോ അറിയേണ്ടത്. അതിനെക്കുറിച്ച് അറിഞ്ഞാൽ ബാക്കിയെല്ലാം അങ്ങോട്ട് വന്നോളും, നമ്മുടെ ഉള്ളിലേക്ക് വന്നോളും. അപ്പൊ ഉദ്ദാലകന് മനസ്സിലായി ശ്വേതകേതുവിന് എന്തുകൊണ്ട് ഗുരു ഇത് പഠിപ്പിച്ചു കൊടുത്തില്ല. ഇവന്റെ ഉള്ളിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്ന ഏത് ഭാവമാണ്? അഹം ഭാവാണ്. അപ്പൊ അഹംഭാവം ഉള്ളിടത്ത് ഗുരു എന്ത് പഠിപ്പിച്ചു കൊടുക്കില്ല? വിദ്യ പകർന്ന് കൊടുക്കില്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് ചാന്തോക്യ ഉപനിഷത്തൊന്നും നമുക്ക് സ്വായത്തമായിരുന്നില്ല അല്ലേ? ഇപ്പൊ ഗുരു എന്ത് മഹാ മനസ്കതയോടുകൂടി ഈ കഥകളൊക്കെ ഒരു ക്യാപ്സൂള് പരുവത്തിലാക്കി ആർക്ക് തന്നു? നമുക്ക് തന്നു. എന്നിട്ട് നമ്മളിത് പഠിക്കുന്നുണ്ടോ? എന്നിട്ട് ഇപ്പോഴും നമ്മൾ പഴയ കാലവും പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങൾക്ക് അന്ന് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, പഠിക്കാൻ പറ്റിയില്ല. ഇപ്പം പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടല്ലോ, എന്നിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പം നമ്മൾ ആരെയും പഴി പറയുകയല്ല വേണ്ടത്. നാരായണ ഗുരു എന്ന് പറയുന്ന ഋഷിയെ ശ്രീനാരായണ ധർമ്മത്തിൻ്റെ വെളിച്ചത്തിൽ ഗുരുവിൻ്റെ വിവിധ ഭാവങ്ങൾ അറിഞ്ഞ് ഗുരുവിനെ അറിയാനും ആരാധിക്കാനും പഠിച്ചാൽ മാത്രം പോരാ. ഗുരുവിൻ്റെ ദർശനത്തെ എവിടെ പകർത്തണം? പറയാൻ വളരെ എളുപ്പമല്ല, പക്ഷെ ഗുരുവിൻ്റെ ദർശനത്തെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ ഗുരു വേണ്ട എന്ന് പറയുന്ന പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയും ഇങ്ങോട്ട് വേണ്ട എന്ന് പറയും. അപ്പം ഗുരു അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വീണ്ടും നമ്മളത് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ സ്വയം തീരുമാനിക്കുക. ഇതൊന്നും നമ്മുടെ ഗുരു വേണ്ട എന്ന് പറഞ്ഞു ഒന്നും ആർക്ക് വേണ്ട? നമുക്ക് ജീവിതത്തിൽ വേണ്ട എന്നൊരു തീരുമാനം എടുക്കണം. അപ്പോൾ നാരായണ ഗുരു എന്ന് പറയുന്ന ഋഷി സത്തമൻ ലോകത്തിൻ്റെ ഹിതത്തിന് വേണ്ടി, അത് ഇന്ന ഒരാൾക്ക് വേണ്ടി, ഇന്നൊരു വ്യക്തിക്ക്, ഇന്നൊരു സമുദായത്തിനോ വേണ്ടി അല്ല നാരായണ ഗുരുദേവൻ ഈ ഉപദേശങ്ങൾ അത്രയും തന്നത്. ഒരു ജനതയ്ക്ക് മുഴുവൻ നന്നായിട്ട് സന്തോഷമായിട്ട് എങ്ങനെ നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന് പഠിപ്പിച്ച ഒരു മഹാഗുരുവാണ് നാരായണ ഗുരുദേവൻ. അങ്ങനെയുള്ള ഗുരുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളോട് ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ ഗുരുവിൻ്റെ കൃതികൾ പഠിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. തെറ്റോ എന്നൊന്നും പേടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ നമ്മളെല്ലാം കറക്റ്റ് പദമൊക്കെ പറഞ്ഞിട്ടായിരുന്നോ പഠിച്ചത്? സ്കൂളിലൊക്കെ പഠിച്ചപ്പം ആദ്യം സ്കൂളിൽ എന്താ പഠിച്ചത്? പറ അല്ലേ? അത് കഴിഞ്ഞ് പന, പിന്നെ തറയാണെന്ന് പറ, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിച്ചത്. അത് കഴിഞ്ഞ് പതുക്കെ നമ്മൾ ആ സ്റ്റേജിൽ നിന്നോ? ഇല്ലല്ലോ, അടുത്ത സ്റ്റേജിലേക്ക് പോയി. എന്ന് പറഞ്ഞതുപോലെ ഗുരുവെന്ന് പറയുന്ന ആ ഋഷി സത്തമനെ അറിയാനായിട്ട് ഗുരുദേവ കൃതികളിലേക്ക് ആദ്യം കടക്കണം. അറിയാവുന്ന പ്രാർത്ഥന ചൊല്ലുക എന്നുള്ള ആ ശീലമേ അങ്ങോട്ട് മാറ്റുക. അറിയാൻ വയ്യാത്തതൊരു പല വേദികളിലും പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ വീണ്ടും ഇത് കേട്ടാലെങ്കിലും നിങ്ങൾക്കിത് പഠിക്കണം. കാരണം ഇവരുടെ ഈ പല പ്രഭാഷണങ്ങളും കേട്ടിട്ട് പലരും വിളിച്ചിട്ട് പറയും, ആ ഭദ്രകാളി അഷ്ടകം ഒന്ന് പാടിയിടാവോ,
എന്നുവെച്ചാൽ ഞങ്ങളത് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഏതോ ഒരു പ്രഭാഷണത്തിൽ ഞാനതിലൊരു 4 വരി പാടിയത് കേട്ടിട്ട് ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ ഭദ്രകാളി അഷ്ടകം മുഴുവനായിട്ടൊന്ന് പാടിയിടുക, കാരണം അത് ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് പാടുകയാണ്. ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമാകണമെങ്കിൽ എന്ത് ചെയ്യണം, അതൊരു നിത്യാനുഷ്ഠാനമായിട്ട്. ഇവിടെ ദാരികന്റെ ശിരസൊക്കെ വെറും കളിയായിട്ട് പുലർന്നു എന്ന് പറഞ്ഞിട്ടാ ഗുരു പറയുന്നത്. ഹേലാദാരിത ദാരിക സുരശിര ശ്രീവീരപാണോന്മദ ശ്രേണി ശോണിത ശോണി മാമധരപുടി വീടീരസാസ്വാദിനി പാടീരാതി സുഗന്ധി ചൂചുകതടി ഷാടേ കുടീരസ്തനീ ഘോടി വൃന്ദ സമാന ധാടിയുയുതി ശ്രീഭദ്രകാളീം ഭജേ. ഇത്ര സുന്ദരമായിട്ടാണ് അല്ലെ ഹേലാദാരിത ദാരിക എന്ന വളരെ കളിയായിട്ട് വിളർക്കപ്പെട്ട ദാരികന്റെ ശിരസെന്നാ. പക്ഷെ നമ്മള് ദാരികന്റെ ശിരസ് പിളർന്ന് നമ്മളെങ്ങനെയാ പറയുന്നത്, ദാരികന്റെ അല്ലെ ശിരസ്സറുത്തൊരു ഘോര രൂപിടി എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. പക്ഷെ ഗുരു പറഞ്ഞപ്പോൾ അതെങ്ങനെയായി, ഈസി ആയിട്ടങ്ങ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഗുരുവിൻ്റെ കൃതികൾ ഒരു ഔഷധം പോലെ സേവിക്കുക, ഗുരുവിൻ്റെ ദർശനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, ഗുരുവിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠകളെ കുറിച്ച് പഠിക്കുക. ഇപ്പൊ യൂട്യൂബിൽ തന്നെ ഈ ഗുരുപദം ചാനലെടുത്താൽ ഗുരുവിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾ ഇതിനു മുമ്പ് പറഞ്ഞതൊക്കെ യൂട്യൂബിൽ തലശ്ശേരി, കോഴിക്കോട്, കണ്ണൂർ, കുദ്രോളിയൊക്കെ പറഞ്ഞത് വേറെ പ്രഭാഷണം. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും വീണ്ടും ഒരു ആവർത്തനം വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അതിനെക്കുറിച്ച് പറയാതിരുന്നത്. പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രഭാഷണം കേട്ട് നിങ്ങൾ പോകുന്ന എന്തിനാ, ഇന്നൊരു പ്രഭാഷണം ഉണ്ടല്ലോ, അത് കേട്ട് കളയാം അല്ലെ, പ്രഭാഷണം കേട്ട് കളയാമെന്നും പറഞ്ഞിട്ടല്ലേ നമ്മൾ വരുന്നത് തന്നെ. അപ്പൊ കളയരുത്, പറഞ്ഞ കാര്യങ്ങൾ ഉള്ളില് നല്ല പോലെ ഉറപ്പിക്കുക. ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ ക്ഷേത്രപ്രതിഷ്ഠകളുടെ അർത്ഥം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അറിവുള്ള ഒരു സമൂഹം നമ്മൾ മറ്റു പലതിൻ്റെയും പുറകെ പായാതെ അറിവില്ലാത്ത ഒരു ജനത എന്നുള്ളൊരു പേരുദോഷം മാറ്റിയിട്ട് നമ്മൾ എന്തുള്ളവരായിട്ട് മാറണം, നല്ല അറിവുള്ള ഒരു ജനത ഇവിടെ ഉണ്ടാവണം എന്നുള്ള ഗുരുവിൻ്റെ ആ ഒരു നിശ്ചയദാർഢ്യത്തെ ഓരോ വ്യക്തിയും അവൻ്റെ കുടുംബത്തിലും അത് അനുവർത്തിച്ചുകൊണ്ട് നല്ലൊരു സമൂഹം ഇവിടെ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രവിച്ചിരുന്ന എല്ലാ സുഹൃത്തുക്കളുടെയും പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഗുരുവിൻ്റെ അനുഗ്രഹം ആവോളം ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഒരു ഉത്സവത്തോടനുബന്ധിച്ചാണെങ്കിലും ഇവിടെ നവാഹയജ്ഞവും ഗുരുവിൻ്റെ ശ്രീനാരായണ കൺവെൻഷനും ഒക്കെ സംഘടിപ്പിക്കാനായിട്ട് ശ്രദ്ധ കാട്ടിയ ഈ ഭാരവാഹികളോടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.